ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഇപ്പം നമ്മുടെ അനദർ സെഷൻ വെനസ്ഡേ ഫ്രീ വെബിനാറിൽ വെനസ്ഡേ അല്ലെങ്കിൽ വീക്ക്ലി റീചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സീരീസിന്റെ മറ്റൊരു വെബിനാർ ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വെബിനാറിന്റെ ടോപ്പിക്കൊക്കെ എല്ലാവർക്കും അറിയോ? എൻ്റെ വെബിനാർ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ആദ്യമായിട്ട് വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന ഈ ഒരു വെനസ്ഡേ വെബിനാർ, സാറ്റർഡേ എന്ന് പറഞ്ഞു പോകുന്നത് നമ്മൾ ആദ്യം സാറ്റർഡേസിലായിരുന്നല്ലോ, അപ്പൊ വെനസ്ഡേയിലേക്ക് മാറ്റിയാണല്ലോ. അപ്പൊ ഈ ഒരു വെബിനാർ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എല്ലാവരും ഓൾറെഡി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നവർ തന്നെയാണോ? ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ചോദിക്കാം. യെസ് മീ എന്ന് പറയുന്നുണ്ട് ഐഫോൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് പോകാം. അതിനിടയ്ക്ക് ആരെങ്കിലും ഒന്ന് നമ്മുടെ ഇന്ററാക്ഷൻ എന്നുള്ള ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമ്മുടെ ആദ്യായിട്ടാണ് ട്ടോ. ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്കോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഫ്രീ വെബിനാർ കിട്ടുന്ന ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്ടോ. എങ്ങനെ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് അല്ലേ? അപ്പൊ എന്തായാലും ഗ്രൂപ്പിൽ അല്ല സോറി വെബിനാറിൽ ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. പിന്നെ പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് ടൈം വന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയണമല്ലോ. എന്നെ അറിയാണ്ട് ആരെങ്കിലുമൊക്കെ ലിങ്ക് തന്നിട്ട് ജോയിൻ ചെയ്തവരായിരിക്കല്ലോ. അപ്പോൾ എൻ്റെ പേര് റസീന എന്നാണ്. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. റസീന സിദ്ദിഖ് ഒരു ഇമോഷണൽ വെൽനസ് കോച്ചാണ്. അതേപോലെ തന്നെ പാരന്റിങ് കോച്ചാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഫെസിലിറ്റേറ്ററും കൂടെയാണ്. വീട് കാലിക്കറ്റാണ്. ടീച്ചറായിരുന്നു. ഇപ്പൊ മുതൽ കഴിഞ്ഞ വർഷം വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം മുതൽ എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് പാഷനറ്റ്ലി ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ആൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇമോഷണൽ വെൽനെസ്സും അതേപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എവറി വീക്ക് നമുക്ക് വെബിനാർ ഉണ്ടാകും. ഫ്രീ വെബിനാർ ഒരുപാട് നിങ്ങൾക്ക് റിയലൈസേഷൻ കിട്ടുന്ന ഒരുപാട് ടോപ്പിക്കുകളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വെബിനാറിൽ വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വെബിനാർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ലിങ്ക് വഴി നമ്മുടെ ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ? ഇന്നത്തെ ടോപ്പിക് എന്താ? ആരൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. എന്താ നമ്മുടെ ടോപ്പിക്? നമ്മുടെ ടോപ്പിക് എന്താ? നമുക്ക് ഉം നമ്മളെ ഇമോഷൻസ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ട്രെയിനിങ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്. വെരി ഗുഡ്. ഇമോഷണൽ ഇന്റലിജൻസ് ഫോർ എവറിഡേ ലൈഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമ്മളൊക്കെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷമാക്കി മാറ്റുന്നു. അത് പഠിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പഠിക്കുന്ന മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്താണ് ഞാനൊരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പോർട്ടൻസ് ആണ്, അതേപോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണോ നമുക്ക് ഇമോഷണലി ഇന്റലിജന്റ് അല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ ഫീലിങ്സിനെ നിങ്ങൾ പറഞ്ഞ പോലെ നിയന്ത്രിക്കാനോ മാനേജ് ചെയ്യാനോ, നിയന്ത്രിക്കുക എന്നുള്ളതിനേക്കാളും കൺട്രോൾ ചെയ്യാന്നുള്ളതിനേക്കാളും ഞാൻ അധികം പറയാൻ ഇഷ്ടപ്പെടുന്നത് മാനേജ് ചെയ്യാന്നാണ്. കൺട്രോൾ, നിയന്ത്രിക്കുക എന്നുള്ളതിനേക്കാളും അധികം നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ ഒരു ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ എവറിഡേ ലൈഫിൽ അല്ലേ? കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലാണ്, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇമോഷണലി നമ്മൾ ഇന്റലിജന്റ് കൂടി അല്ലെങ്കിൽ അല്ലേ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വിജയം വേണം പല തരത്തിൽ. അത് ഓരോരുത്തരുടെ ഇഷ്ടം ഓരോ രീതിയിലാണ് അല്ലേ? അപ്പൊ ലൈഫിൽ വിജയം വേണം, എന്തൊക്കെയോ ആയി തീരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാ നമ്മൾ. പക്ഷെ നമ്മുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഐക്യു, നമ്മൾ പറയലുണ്ട് ഐക്യു ഇന്റലിജൻസ് കോഷ്യൻസ് ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ളവർക്കാണ്, നല്ല കഴിവുള്ളവർക്കാണ് വിജയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ നമ്മുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ, നിങ്ങൾ പറഞ്ഞ പോലെ ആ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതിനെ ഒരു പരിധി വരെ ചിലപ്പോൾ ഇമോഷണൽ കോഷ്യൻസ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പരിധി വരെ അതിനെ നമുക്ക് മാനേജ് ചെയ്ത് നമ്മുടെ ഒരു പരിധിയിലാക്കിയിട്ട്, ഇമോഷൻസ് പലപ്പോഴും വരും നമ്മുടെ മൈൻഡിൽ നിന്ന് അല്ലെ. അപ്പൊ 1000 യുദ്ധങ്ങൾ ജയിച്ച ഒരു പോരാളിയേക്കാൾ വലിയ പോരാളിയാണ് ആര്? തന്റെ മനസ്സിനെ കീഴടക്കിയ ഒരു പോരാളി എന്ന് പറയുന്നത്. തന്റെ മനസ്സ്, തന്റെ കൈക്കുള്ളിൽ, നമ്മുടെ വരുതിക്കുള്ളിൽ നമ്മുടെ മനസ്സ്
ആക്കാന്ന് പറഞ്ഞാൽ 1000 യുദ്ധങ്ങൾ ജയിച്ച ഒരു പോരാളിയേക്കാൾ എന്താണ് സക്സസ് ആണ് എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പറഞ്ഞ പോലെ വെറും കൺട്രോളിങ് മാത്രമല്ല, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് മാത്രമല്ല, പകരം എന്തും കൂടിയാണ് നമ്മൾ ആ ഇമോഷൻസിനെ, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ഓണർ ചെയ്യേണ്ടി വരും, റെസ്പെക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ചില ഇമോഷൻസ് നമ്മൾ ഒരിക്കലും നിങ്ങൾ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ ചില ഹീലിങ്സ് കൊടുക്കേണ്ടി വരും, അല്ലേ? ചില നമ്മുടെ ശരീരത്തിന് എവിടെയെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും, ആ ഒരു ഫിസിക്കൽ പെയിൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ. പക്ഷേ മെന്റലി നമുക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രീം ലെവൽ ഓഫ് സഫറിങ്സോ അല്ലെങ്കിൽ ആ സഹിക്കലിലൂടെ ഒക്കെ കടന്നു പോയിട്ടായിരിക്കും അത് പിന്നീട് ആ മെന്റൽ പെയിന് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്കും കൂടെ ബാധിക്കുമ്പോഴായിരിക്കും, അല്ലേ? പലപ്പോഴും പല രോഗികൾക്കും പലപ്പോഴും നമ്മൾ അസുഖമായിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടേഴ്സ് പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ടാവും അസുഖം പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ടെസ്റ്റുകൾ ഒന്നുമില്ല, ടെസ്റ്റിലൊന്നും ഒന്നുമില്ല, ഒക്കെ ഓക്കെയാണ്, അല്ലേ? എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. പക്ഷേ എനിക്ക് പെയിൻ ഉണ്ട്, എനിക്ക് വേദന ഉണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ, അല്ലെ, നമ്മുടെ ആ പെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഇമോഷൻസിലാണ് നമ്മൾ ഹീല് ചെയ്യാൻ ചിലപ്പോൾ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിന് നമ്മൾ അങ്ങനെ ആ രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് നല്ല ബുദ്ധിപരമായിട്ട്, അല്ലെ, ഇന്റലിജന്റ്ലി നമ്മൾ ആ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആണെന്ന് പറയാം. എപ്പോഴും ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും എന്റെ പേരിന്റെ കൂടെ തന്നെ ഒരു ഇമോഷണൽ വെൽനസ് കോച്ച് എന്നുള്ളത്. അപ്പൊ എനിക്ക് എപ്പോഴും ആളുകളുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും ഇമോഷണലി അവരെ ഹാൻഡിൽ ചെയ്യാനും ഇമോഷണലി അവരൊന്ന് വെൽബീങ് ആക്കാനും, ചിലപ്പോൾ അത് ഹീലിംഗ് കൊടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ അവരൊന്ന് ലിസൺ ചെയ്തിട്ട് കൺസൾട്ടേഷനിലൂടെ അവരൊന്ന് കേട്ടിട്ടായിരിക്കും, ചിലപ്പോൾ അവരൊന്ന് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അവർ ആ സഫറിങ്സിന്റെ പിന്നിലുള്ള ഒരു റൂട്ട് കോസ് എന്താന്ന് കണ്ടെത്തിയിട്ട്, ഇപ്പൊ അവർ സഫർ ചെയ്യുന്നതിന് പിന്നിൽ എവിടെയെങ്കിലും റൂട്ട് കോസ് ഉണ്ടാകും, ആ റൂട്ട് കോസ് കണ്ടെത്തി ഇന്നതാണിട്ടോ കാരണം എന്ന് കണ്ടെത്തി കൊടുക്കുമ്പോൾ ആ അവരിൽ അതിലെനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവിടെ ആയിരിക്കും ഒരു പക്ഷേ അവർക്ക് എന്ത് കിട്ടുക, ആ ഒരു റിലീഫ് കിട്ടുകയും ഇമോഷണലി അവർ ഇന്റലിജന്റ് ആവുകയും ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്റെ പേരിന്റെ കൂടെ ഇമോഷണൽ വെൽനസ് കോച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് എന്റെ ഒരു എന്താ പറയുക ഒരു പാഷനേറ്റ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിനെ വെറുതെ പറഞ്ഞു പോവാന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണലി നിങ്ങളെ വൈക്കൻ ആവാനുള്ള, ഒന്ന് ഉണരാനുള്ള, അല്ലെ, ഉറങ്ങിക്കിടക്കുന്നവരെ ഒന്ന് ഉണർത്താൻ, ഒന്ന് ഉണർന്നാലെങ്കിലും, ഉറങ്ങിക്കിടക്കുന്നവർക്ക് അല്ലെ ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നുണ്ടാവില്ല, അപ്പൊ അവരെ ഒന്ന് ഉണർത്താന്നുള്ളതെങ്കിലും ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോ ഞാൻ സിൻസിയർ ആയിട്ട് ഞാൻ ഒരു കാര്യങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള്, സപ്പോസ് നിങ്ങൾക്ക് എന്തും പറയാവുന്ന, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നിങ്ങളുടെ അടുത്ത് വന്നിട്ട്, ഇപ്പോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് ഇമാജിൻ ചെയ്യാം, കണ്ണ് തുറന്നുകൊണ്ടും ഇമാജിൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. റെഡി അല്ലേ? റെഡിയാണോ? വലിയൊരു പ്രോസസ്സ് ഒന്നുമല്ല, ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ അല്ലെ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ, എന്താണോ ആസ് ഇറ്റ് ഈസ് ഇൻ യുവർ മൈൻഡ്, മനസ്സിലുള്ളത് അതേപോലെ പറയാൻ പറ്റുന്ന ഒരാളാണ്. അവര് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് വിശേഷം, സുഖാണോ, ഹൗ ഡു യു ഫീൽ നൗ, ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ പറയുന്ന ആൻസർ എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ഒന്ന് കണ്ണടച്ചിട്ട് ഒരു സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഞാനൊന്ന് പോസ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എന്നിട്ട് നോക്കുക, അവര് ചോദിക്കാണ് എങ്ങനെയുണ്ട്, ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻ അല്ലെങ്കിൽ ആൻസർ എന്താന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ, പറ്റുന്നവരൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം എന്ത് മറുപടിയാ നിങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ടൈപ്പ് ചെയ്യാൻ പറ്റിയൊരു വേർഡ്സ് കിട്ടാത്ത ഒരു ഫീലിംഗ് ആണ്. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോന്ന് വെച്ചാൽ എന്റെ ഉമ്മ ഇപ്പൊ റീസെന്റ് മരണപ്പെട്ടാണ്. അപ്പൊ ഞാനിപ്പോ ഉമ്മനെ നല്ലൊരു സമയത്ത് കാണുകയാണെങ്കിൽ എന്തൊക്കെ പറയും
അങ്ങനെയുള്ള നമ്മളെ മനസ്സിന്റെ ഭാരവും നമ്മളെല്ലാ വിഷമവും നമ്മൾ തുറന്നു പറയുന്ന ഒരാളാണല്ലോ നമ്മളുമ്മ. ഉം. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കരച്ചിലും അങ്ങനെ എന്തൊക്കെയോ ആണ് ഫീൽ ചെയ്തത്. പറയാൻ പറ്റാത്ത ചില ഫീലിങ്സ് ആണ്. ചിലപ്പോ ഞാൻ ഹീലായിട്ടുണ്ടാവില്ല, എന്റെ ഉമ്മന്റെ ഏർപ്പാടൊന്നും ഫീലായിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ചാറ്റ് ബോക്സ് ഒന്ന് നോക്കിയേ ബാക്കിയുള്ളവര്. ഇപ്പൊ ഇത് കേട്ടല്ലോ, സീനത്ത് മാമിന്റെ കേട്ടല്ലോ. ചാറ്റ് ബോക്സ് ഒന്ന് നോക്കിയേ. മാം, ഞാൻ ചെറിയ കാര്യത്തിനുണ്ടല്ലോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയേക്കണേ. ഒരു എന്തെങ്കിലും ഒരു കാരണം മതി, ഞാൻ ആകെ ഇമോഷണൽ ആയിട്ട് ഒരു ടെൻഷൻ ആകാനും ഡള്ളാകാനും ഇപ്പൊ തുടങ്ങിയേക്കണേ. സുഹറ കുറച്ച് മാം. നാൾ. ഫാഹിസ മാം, ഫാഹിസ ഫാഹിസ. ആരെ ഞാൻ കാണുന്നില്ലല്ലോ, ക്യാമറ ആ ഓൺ അത് ചെയ്തോ? അതെ, ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. എന്റെ സൂമില് എന്റെ ഫോണിന്റെ പേര് അതാ മാം കാണാത്തത്. പാരിഷയാണോ ഫായിസയാണോ? ഫാഹിസ, ഫാഹിസയാ, ഫായിസ, ഫാഹിസ. ഫായിസ. ഓക്കെ, പക്ഷെ എന്റെ ഓക്കെ, ആ ഓക്കെ. അപ്പൊ ഇതില് ആ, ദുഃഖം എന്ന് പറയുന്നുണ്ട്, പുഞ്ചിരി എന്ന് പറയുന്നുണ്ട്. ഒരാൾക്ക് മുനീറ പുഞ്ചിരിയാണ് അല്ലേ? വൗ, അത്ര സുഗന്ധം സുഖം. സുഖമാണോന്ന് വെച്ചാല് സുഖം എന്ന് പറയും. അൽഹംദുലില്ലാ. ഈ ഉം, ക്ലാസ് ഒക്കെ കേട്ടതിന് ശേഷം അങ്ങനെ പറയാനാ തോന്നുന്നത്. ഓക്കെ. അൽഹംദുലില്ലാ, സുഖം തന്നെ. അതാ ഞാൻ ചോദിച്ചത്, ജെനുവിൻ ആയിട്ട് പറയുന്ന ആൻസർ, പുറമെ പറയുന്നതല്ല, ഉള്ളിൽ നമുക്ക് വാട്ട് യു ഫീൽ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ അത്ര സുഖമല്ല എന്ന് പറയുന്നുണ്ട്. ഹാപ്പി ആണെന്ന് ഷെരീഫ മാം പറഞ്ഞിട്ടുണ്ട്. ഷെരീഫ മാം ഇന്നലെ, ഓക്കെ, ഷെരീഫ മാം പറയുന്നത് ഹാപ്പി ആണെന്ന്. വിഷമം എന്ന് പറയുന്നുണ്ട്, കരച്ചിൽ എന്ന് പറയുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്, അൽഹംദുലില്ലാ സാബറ, താങ്ക് യു സോ മച്ച്. പിന്നെ വിഷമം എന്ന് പറയുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് കാരണം, നമുക്ക് റീസൺ ഉണ്ട് അല്ലേ, കാരണം ഒന്നിനും ഒരു കോൺഫിഡൻസ് ഇല്ല, അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും റീസൺസ് പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ സീനത്ത് മാം പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മയുടെ മരണം വന്നതിന് ശേഷം. അപ്പൊ എന്താ അവിടെ അവിടെ എന്താന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോഴും ഉള്ളിലുള്ള ഫീലിംഗ് വിഷമം തന്നെയാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ, പറഞ്ഞോളൂ. ഞാന് എന്റെ മക്കളുമായിട്ട് 2 വർഷമായിട്ട് പിരിഞ്ഞു നിൽക്കണം. അപ്പൊ എന്റെ ചെറിയ മോനെയാണ് ഞാൻ ഓർത്തത്. ആ, അപ്പൊ എനിക്ക് ആദ്യം ചെറുതായിട്ടൊരു ചിരി വന്നെങ്കിലും പിന്നെ മനസ്സിൽ ഫുള്ളൊരു വിഷമാണ് വന്നത്. ഉം, ആയിഷ. ഉം. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോ നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതിലൂടെയാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഹാപ്പി ആന്ന് പറഞ്ഞ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഹാപ്പി ആണെന്ന് ടൈപ്പ് ചെയ്ത ആർക്കെങ്കിലും പറ്റുന്നവരുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ നോ ഇഷ്യൂസ്. ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, സെഷൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അധിക ആളുകളും, എത്ര പേര് ഇവിടെ ഫൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര പേര് ഇവിടെ ഹാപ്പിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചിലപ്പോ നമ്മൾ പുറമെ, ഇവിടെ ആരോന്ന് പറഞ്ഞു പുറമെ നമ്മൾ അങ്ങനെ അൽഹംദുലില്ലാ ഫൈൻ എന്നൊക്കെ പറയും, അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ അല്ലെ, എത്ര പേര് ഉള്ളിൽ ആ ഹെവിനെസ് ഫീൽ ചെയ്തുകൊണ്ട്, എന്തോ ഒരു കൊളുത്ത് ഫീൽ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നോക്കണം. അപ്പൊ അവിടെയും ചിലപ്പോൾ ഹാപ്പിയാന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ എന്താ പറയാ അൽഹംദുലില്ലാന്നോ പറഞ്ഞവരൊരു പക്ഷേ അങ്ങനെ ഉണ്ടാകും, എല്ലാവർക്കും അല്ല കേട്ടോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സഫറിങ്സ് പറഞ്ഞു, മകന്റെ കാര്യം പറഞ്ഞു, ഉമ്മയുടെ മരണം പറഞ്ഞു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുമ്പോഴും അധിക ആളുകളും ഉം അവരുടെ ലൈഫ് മൊത്തത്തിൽ എടുത്ത്, സീനത്ത് മാം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ആള്, ഉമ്മന്റെ മരണം പറഞ്ഞ ആള്, ഇപ്പൊ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ, നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണോ? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ഒന്ന് പറയാമോ? നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? അല്ല, അൽഹംദുലില്ലാ അലാ കുലി ഹാൽ, ഞാൻ യെസ്. ഹാപ്പി ആയിട്ട് ലൈഫുള്ള ഒരാളാണ്. ഓക്കെ, ഇതാണ്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പൊ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ലൈഫ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടോ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ എന്തെങ്കിലും അങ്ങനൊന്നുമില്ല, എല്ലാവരുടെ കാര്യമല്ല, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അധിക ആളുകളും അങ്ങനെ സഫർ ചെയ്യുന്നത് എന്താണ്, അവർക്ക് ആ ഒരു ലൈഫ് അത്രയും കഷ്ടപ്പാടുള്ളത് കൊണ്ടൊന്നുമല്ല. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഗതികൾ അൽഹംദുലില്ലാ എന്ന് പറയാനുണ്ടാവും. പക്ഷേ അവർക്കറിയില്ല അവർക്ക് എന്താണ് ഫീൽ ചെയ്തത്. എനിക്ക് ഒറ്റയടിക്ക് ടൈപ്പ് ചെയ്യാൻ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോഴുള്ള ഫീലിങ്സ് എന്താണ് എങ്കിൽ പോലും, എനിക്ക് കരച്ചിലാ വരുന്നത്, എനിക്ക് ഫിയറാ വരുന്നത്, എനിക്ക് സങ്കട വരുന്നത്, എനിക്ക് ദേഷ്യ വരുന്നത് പറയാൻ എങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംവാട്ട് എന്താണ്, ഇമോഷണലി ഇന്റലിജന്റ് ആണ്.
അപ്പൊ നിങ്ങൾ ഐസ്ബർഗ്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയാനൊന്നല്ല കേട്ടോ. നിങ്ങൾ ഐസ്ബർഗ് തിയറി പഠിച്ചിട്ടുണ്ടാവും. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ആയിട്ട് ഒരു ഐസ് വെള്ളത്തിലിട്ടാൽ, ഒരു ഐസ് ക്യൂബ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു ഇത്തിരി സൈഡായി മേലെ പൊങ്ങി നിൽക്കും. ബാക്കിയൊക്കെ എന്താണ്, 90% താഴ്ന്ന നിൽക്കും, ഒരു ഇത്തിരി ഭാഗം മേലെ പൊന്തി നിൽക്കും. എന്നാൽ നമ്മൾ അതിന്റെ മേലെയുള്ള ഭാഗം കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇതേപോലെയാണ് നമ്മളെ മറ്റുള്ളവർ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഇത് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഒന്നും അല്ല. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നമ്മളെ കാണിക്കുന്നത് ആ ഐസ്ബർഗ് തിയറി പോലെയാ, അല്ലെ? 10% നമ്മൾ കാണിക്കുന്നുള്ളൂ. അതായത് നമ്മൾ ചിലപ്പോൾ സ്മൈൽ ചെയ്യുന്നുണ്ടാകും, നമ്മൾ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഐ ആം ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നുണ്ടാകും, ഞാൻ കുഴപ്പമില്ല, ഐ ആം ഓക്കെ. നമ്മൾ ഈ പറയുന്ന വാക്കുകളടക്കം ചിലപ്പോൾ നമ്മൾ ക്ഷമ കാണിക്കുന്നുണ്ടാകും, ചിലപ്പോൾ പല്ലൊക്കെ കടിച്ചമർത്തിയിട്ട് ചില ദേഷ്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട്, അല്ലെ? ഉള്ളിൽ ഒതുക്കുന്നതാണ് കൂടുതൽ, പുറമെ പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ വളരെ കുറച്ചായിരിക്കും. പിന്നെ അത് എക്സ്ട്രീം ലെവലൊക്കെ എത്തുമ്പോഴാണ് പൊട്ടിത്തെറിയാവുക. അതർവൈസ് നമ്മൾ എന്താ ചെയ്യുക, പുറമെ കാണിക്കുന്ന നമ്മുടെ പേഷ്യൻസ്, പുറമെ കാണിക്കുന്ന നമ്മുടെ സ്മൈല്, നമ്മുടെ കോൺഫിഡൻസ്, ഇതൊക്കെ വെറും 10%. ബാക്കി അടിയിലേക്ക്, ആ ഐസ് ക്യൂബിന്റെ അടിയിലേക്ക് നോക്കുമ്പോൾ 90% താഴെ ഉള്ളത് പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് റിയലി എന്താ ഉള്ളിലുള്ളതെന്ന് ചോദിച്ചാല് ചിലപ്പോ ഞാൻ ഈ പറഞ്ഞ ഇമോഷൻസ്, ചിലപ്പോൾ അവിടെ പേടി ഉണ്ടാകും, അല്ലേ? നമുക്ക് ചിലപ്പോ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ, നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ഉണ്ടാകും, നമ്മളെ റിജക്റ്റ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടാകും, നമ്മളെ ആളുകൾ കളിയാക്കിയിട്ടുള്ള, ചിലപ്പോൾ അത് കുട്ടിക്കാലം മുതലേ പോരുന്ന പല ഇമോഷൻസും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഞാനിപ്പോ നിങ്ങളോട് കണ്ണടച്ചിട്ട് നിങ്ങളുടെ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് ഒന്നും ഓർത്തെടുക്കാൻ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാകും, അല്ലെ? അന്ന് ചിലപ്പോൾ ഉണ്ടായിട്ടുള്ള, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ്, ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമും അതേപോലെ തന്നെ ഒരു ഫ്രീ വെബിനാറും ആയതുകൊണ്ട് അതിലേക്ക് ആ ചൈൽഡ്ഹുഡിലേക്കോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലേക്കോ ട്രോമയിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ, അല്ലെ? പക്ഷെ അതൊക്കെ നമ്മുടെ ആ താഴെ ഐസ് ക്യൂബിനെ കുറിച്ച് പറഞ്ഞ പോലെ താഴെയുള്ള നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള, പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ പോലെ റിഫ്ലക്ട് ചെയ്യുന്ന, ഇന്ന കാരണം കൊണ്ടല്ല ഞാൻ വേദനിക്കുന്നത് എന്നറിയുന്ന, ഇപ്പൊ സീനത്ത് മാമിന്റെ ഒരു ലോൺലി ഫീലിംഗ് ആണ്. ഉമ്മ പോയതോടുകൂടി ആ അറ്റാച്ച്മെന്റ് എന്തിലേക്കോ ചേർന്ന് നിൽക്കാൻ, ആ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ എനിക്ക് കംഫർട്ട് സ്പേസ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ്, അല്ല ആ ഒരു ഫീലിംഗ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കംഫർട്ട് സ്പേസ് ഉണ്ടായിട്ട് പോലും അപ്പൊ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു മെമ്മറി ഹോൾഡ് ചെയ്യുന്ന, അല്ലെ? ഒരു മെമ്മറി എപ്പോഴോ നഷ്ടപ്പെട്ടിട്ടുള്ള, കിട്ടാണ്ടത് കൊണ്ട് നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള, ക്ലോസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എവിടെയോ, അല്ലെ? ഒരു അൺമെറ്റ് നീഡ്സ് അല്ലെങ്കിൽ ഒരു അൺഹീൽഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ മെമ്മറി, അല്ലെ? ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്യുമ്പോഴാണ് ഇമോഷണൽ ഇന്റലിജൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ നമ്മൾ ഇന്റലിജന്റ് ആണെന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അപ്പൊ നമ്മൾ എന്നാണോ ആ വെള്ളത്തിന് മോലെ പൊങ്ങിക്കിടക്കുന്ന 10% ജീവിക്കാതെ, പുറമെ കാണിക്കുന്ന ചിരി, സന്തോഷാന്ന്, സുഖം, അൽഹംദുലില്ലാ, കുഴപ്പമില്ല എന്നുള്ള പറച്ചില്, അല്ലെങ്കിൽ എന്താ പറയാ, അതിൽ നിന്ന് ജീവിക്കാതെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഞാൻ എന്താ ക്യാരി ചെയ്യുന്നത്, എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒളിപ്പിച്ച് കൊണ്ട് നടക്കുന്ന, ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാത്ത, ആരെയും കാണിക്കാത്ത, ആരോടും തുറന്നു പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞാൻ മാത്രം കരയുന്ന, അത് വേറെ ആർക്കും അറിയില്ല, ഞാൻ മാത്രം ഇങ്ങനെ കരയും, ഞാൻ മാത്രം അതിനെക്കുറിച്ച് ഓർക്കും. അങ്ങനെയുള്ള ഒരു സംഗതി എപ്പോഴാണോ നിങ്ങൾ കരയാന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ളിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്നർ സെൽഫ് നിങ്ങൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. എപ്പോഴൊക്കെ അത് പൊങ്ങി വരുന്നുണ്ടോ അപ്പോഴൊക്കെ അവിടെ കിടക്ക്, ആരും അറിയാൻ പറ്റൂല, അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെ? അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ സപ്രസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അവിടെ പുറമെ നിങ്ങൾ നോക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞു കാരണം എന്താണെന്നറിയില്ല, പ്രസന്റ് ലൈഫിൽ കാരണം എന്താണെന്നറിയില്ല, പക്ഷേ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ കാരണങ്ങൾ പുറത്തെടുക്കാനോ അതിനെ ഹീൽ ചെയ്യാനോ അതിനൊന്ന് അഡ്രസ് ചെയ്തിട്ട്, അല്ലെ? അതാണ് നമുക്ക് ഇപ്പോഴും അറിയില്ല, അതുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. പലപ്പോഴും തൊടുമ്പോ, ഇന്ന് നമ്മളെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിക്കുമ്പോ അവിടെയാണ് നമുക്ക് ട്രിഗേർഡ് ആവുന്നത് എന്ന് പോലും അറിയാണ്ട് നമ്മളിങ്ങനെ, ഇപ്പൊ എന്തിനാന്ന് പോലും അറിയാത്ത ചില പെയിൻ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആകേണ്ട ഒരു ഇമ്പോർട്ടൻസ്.
അല്ലേ? അതാണ് കാളിയുങ് പറഞ്ഞിട്ടുണ്ട്, പ്രശസ്ത സൈക്കോളജിസ്റ്റ്. നമ്മളുടെ അല്ലേ, അൺടിൽ യു മേക്ക് ദ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് കോൺഷ്യസ്, അതായത് സബ് കോൺഷ്യസിൽ ഉള്ളത്, നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതിനെ, മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാല്, ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കലല്ല. ഇപ്പൊ എനിക്കൊന്നും പ്രശ്നമില്ല, ഞാൻ അതൊക്കെ മറന്നു എന്ന് പറയലല്ല. പകരം ഞാനിനി എങ്ങനെ ഓർത്താൽ എനിക്കൊരു പ്രശ്നവുമില്ല, അതെനിക്ക് ഓർക്കുമ്പോ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഇനി അതിലുള്ള ആളുകളെ കാണുമ്പോഴും ഞാൻ ഓക്കെയാണ്. അപ്പൊ മറക്കലല്ല, ഓർക്കുമ്പോ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കലാണ് ശരിക്കും ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാല്, അല്ലേ? അപ്പൊ ആ സബ് കോൺഷ്യസിലുള്ളതിനെ നമ്മളെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയലാണ്. കോൺഷ്യസ്ലി ആ ചൈൽഡ്ഹുഡ് മെമ്മറിയിലേക്ക് പോകാനേ എനിക്ക് താല്പര്യമല്ല. അന്ന് കഴിഞ്ഞ കാര്യങ്ങളിലെ നമ്മൾ പലപ്പോഴും ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൊക്കെ വരുമ്പോൾ പേഴ്സണലി എനിക്ക് ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്, ആ ഗ്രൂപ്പിൽ പിന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കിതൊന്നും കേൾക്കാൻ കഴിയില്ല, എനിക്കിതൊന്നും താങ്ങാൻ കഴിയില്ല, എനിക്കത് ഓർക്കാനേ കഴിയുന്നില്ല. പക്ഷേ അത് ഹീൽ ചെയ്തൊരു 1-2 മാസം കഴിഞ്ഞൊരു സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും വളരെ ഹാപ്പി. ഇവിടെ വളരെ ഹാപ്പിയാണ്, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞവരൊക്കെ ആ സ്റ്റേജിലൂടെ കടന്നു പോയവരാ എന്റെ മുമ്പിൽ ഇരിക്കുന്നു പലരാളുകളും. അപ്പൊ ആ അൺഹീൽഡ് ഇമോഷൻസിനെ നമ്മൾ ഹീൽ ചെയ്ത് നമ്മുടെ കോൺഷ്യസിലേക്ക് കൊണ്ടുവരുന്നത് വരെ ശരിക്കും എന്താ സംഭവിക്കാന്നറിയോ? ഇതൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളതിനെ, ആ മറച്ചു പിടിച്ചതിനെ, അടക്കി പിടിച്ചതിനെ, ഇതൊരു ഇമോഷണൽ അവേക്കനിങ് ആണ്. ആ അടക്കി പിടിച്ചതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വീണ്ടും വീണ്ടും അടക്കി പിടിച്ച് നിൽക്കുന്നിടത്തോളം ദാറ്റ് വിൽ ഡയറക്റ്റ് യുവർ ലൈഫ്, ദാറ്റ് വിൽ ലീഡ് യുവർ ലൈഫ് ആൻഡ് യു വിൽ കോൾ ഇറ്റ് ഫെയ്റ്റ്. അത് നമ്മളെങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്, നമ്മളെ നയിക്കുന്നത്, നമ്മൾക്ക് ചിന്തകൾ പോലും ഇട്ട് തരുന്നത് ദാറ്റ് ബിലീഫ് സിസ്റ്റം ആണ്. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക്, നമ്മളെ കുറിച്ചും ഈ ലോകത്തെ കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ഉള്ളിൽ അന്ന് കയറി കൂടിയിട്ടുള്ള, അന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വിശ്വാസങ്ങള്, അന്ന് നമ്മൾ ഈ ലോകത്തെ കുറിച്ച് അല്ലെ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയപ്പോ ലോകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങള്, അതിൽ നിന്നാണ് നമുക്ക് പിന്നീട് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അല്ലേ ആളുകളൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഒരു ഒറ്റ എക്സാമ്പിൾ ആൻസൈറ്റി പറയാം. ഉണ്ടാവുന്നതാണ്. എങ്ങനെ? നമുക്ക് ആൻസൈറ്റി, അതായത് ഒരു റീസൺ ഇല്ലാതെ ഒരു ആൻസൈറ്റി വരും എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരു എല്ലാ കേസിലും ആങ്സൈറ്റി എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, പലതും പരസ്പരം കണക്ട് ചെയ്ത് കിടക്കും. നമുക്ക് ഈ അല്ലെ എല്ലാവർക്കും ആങ്സൈറ്റി വരുന്നല്ല, ചിലർക്ക് അത് ആങ്സൈറ്റി ആയിട്ടായിരിക്കും അല്ലെ. ഇൻസെക്യൂർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇൻസെക്യൂർ ആയിട്ടുള്ള ലൈഫിൽ കുട്ടിക്കാലത്ത് എപ്പോഴും ഇൻസെക്യൂരിറ്റി ആണ്, ഒന്നുമില്ല, ഭയങ്കര പ്രശ്നങ്ങളിലൂടെ മാത്രം കടന്നു പോയ ഒരു കുട്ടിക്ക് ആ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഇനി അതിന് സമാനമായ മറ്റേതെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആങ്സൈറ്റി ഉണ്ടാകാം. എന്താ സംഭവിക്കുക അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവാം. എല്ലാം നമ്മൾ ചൈൽഡായിട്ട് കണക്ട് ചെയ്യേണ്ട. ചിലപ്പോൾ നമുക്ക് ഇരുന്ന് മനസ്സിലാക്കുമ്പോഴായിരിക്കും, ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും പറയാം, ഇത് ഇന്നത് കൊണ്ടാണ് ഇവിടെ എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ല. ഇത് നമ്മൾ ഈ അടക്കി പിടിച്ചിട്ട് അല്ലെങ്കിൽ അന്ന് പണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ചില കൺക്ലൂഷൻസിൽ എത്തും. ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇസ് ലൈക്ക് ദിസ്, ജീവിതം ഇങ്ങനെയാണ്, ആളുകൾ ഇങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും ട്രസ്റ്റ് വൂണ്ട്, നമ്മളെ പറ്റിച്ച ഒരു വൂണ്ടൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ കുറെ കഴിയുമ്പോൾ അവർ ലേറ്റർ ലൈഫിലും അവർക്ക് ആരെയും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ആ ഒരു ഇഷ്യൂ എപ്പോഴും പങ്കാളിയെ പോലും വിശ്വസിക്കാനോ ഇനി അല്ലെങ്കിൽ എന്താ പറയാ, പല ട്രസ്റ്റ് ഇഷ്യൂസും ഉണ്ടാകും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളതിനൊന്നും അഡ്രസ് ചെയ്യാണ്ട്, ഇങ്ങനത്തെ എക്സ്പീരിയൻസിനൊന്നും അഡ്രസ് ചെയ്യാണ്ട് നമ്മൾ പോകുമ്പോൾ എന്താ സംഭവിക്കുക? അതിൽ നിന്ന്, ആ ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ആ ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഡീപ്പായിട്ട് കിടക്കുന്ന ആ വിശ്വാസങ്ങളിൽ നിന്നാണ് നമുക്ക് ആ ചിന്തകൾ പോലും വന്നിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് പോലും, ഒരാളെ കാണുമ്പോൾ അയാളെ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്ന് പോലും. ഇത് നമുക്ക് ഈ സെഷന് ശേഷം നിങ്ങൾ ഡൗട്ടൊക്കെ അവിടെ ക്യാരി ചെയ്ത് വെച്ചോളൂ. നമുക്ക് സെഷന് ശേഷം നമുക്ക് ഡൗട്ട്സ്, എൻ്റെ ആ ഒരു കണക്ഷൻ പോകാതിരിക്കാനും ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അഡ്രസ് ചെയ്യും. അതേപോലെ തന്നെ ചാറ്റ് ബോക്സിൽ ഈ നമ്പേഴ്സും ഗ്രൂപ്പ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ കണക്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, നോ വെറീസ്. അപ്പൊ നമ്മൾ ഇതൊന്ന് പറഞ്ഞു പോകുമ്പോൾ തന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടുന്നുണ്ടാകും. ഒന്ന് നോക്കാം. അപ്പൊ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മൾ അങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യാണ്ട്, അതിനെ ഹീൽ ചെയ്യാണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള സംഗതികൾ നമ്മളെങ്ങനെ നയിച്ചുകൊണ്ട് പോകും. ഒരാളെ കാണുമ്പോൾ അയാളെ കുറിച്ച് ഇങ്ങനെയാ അല്ലെ, ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഒരു സെനാരിയോ കാണുമ്പോൾ നിങ്ങൾ തന്നെ ചില ജസ്റ്റിഫിക്കേഷൻസ് നടത്താറില്ലേ?
ഒരാൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു മെസ്സേജിന് നമ്മൾ കോൾ ചെയ്തപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞൊരു എക്സാമ്പിളാണ്. ഒരാളെ നമ്മൾ വിളിക്കുന്നു, നമുക്ക് പ്രിയപ്പെട്ട ആളാ, നമ്മൾ പലതവണ വിളിക്കുന്നു, അയാൾ ഫോൺ എടുക്കുന്നില്ല, റിങ് ചെയ്ത് തീരുന്നു, പോട്ടെ, അങ്ങനെ ഒന്ന് രണ്ട് റിങ് ചെയ്ത് തീർന്നിട്ട് പിന്നെ നമ്മൾ വിളിച്ചപ്പോൾ അയാൾ കോള് കട്ട് ചെയ്യുന്നു. അയാൾ കോള് കട്ട് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ്, നമ്മൾ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്താണ്, അയാൾ എപ്പോൾ വിളിച്ചാലും നമ്മൾ അയാൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒരു തവണ വിളിച്ചപ്പോൾ അയാൾ എടുത്തില്ല, കോള് കട്ടാക്കിയെന്ന് മാത്രമല്ല, അയാൾ എന്ത് ചെയ്തു, അയാള് കുറച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം വിളിച്ചപ്പോൾ അയാളുടെ കോള് വെയിറ്റിംഗ് ആയി. എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരിക? എന്തോ ആവട്ടെ, ആ സമയത്ത് നമുക്ക് വരുന്ന നമ്മളങ്ങ് എന്താ പറയാ, അങ്ങ് തീരുമാനിക്കും, പ്രഡിക്റ്റ് ചെയ്യും, ഇതാ ഇന്ന കാരണം കൊണ്ടാണ്. യാഥാർത്ഥ്യം ഒരു പക്ഷെ അയാൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസിക്ക് ആരുടെങ്കിലും ഒക്കെ എന്തെങ്കിലും സഹായത്തിന് വേണ്ടി ആരെങ്കിലും വിളിക്കുന്നോ ആക്കുന്നോ ഒക്കെ ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചില വിശ്വാസങ്ങൾ, ചില ധാരണകൾ, ലോകത്തെക്കുറിച്ച്, വ്യക്തികളെ കുറിച്ചുള്ള ധാരണകൾ കൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറയാമല്ലോ, വാട്ട് യു തിങ്ക് യു ബിക്കം വാട്ട് യു ബിലീവ്, അല്ലെ, വാട്ട് യു ബിലീവ് യു ബിക്കം വാട്ട് യു തിങ്ക് യു അട്രാക്ട് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരുന്നു എന്നുള്ളത്. അങ്ങനെ അങ്ങനെ പോയി 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 ലാസ്റ്റ് ഇവരെന്താ പറയാ, കാളിയുങ് പറഞ്ഞതാണ്, ഇറ്റ് വിൽ ഡയറക്റ്റ് യുവർ ലൈഫ് ആൻഡ് യു വിൽ കോൾ ഇറ്റ് ഫെയ്റ്റ്. എന്നിട്ട് അതിന് ആ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോയിട്ട് ആ ജീവിച്ച് പോകാനുള്ള സാഹചര്യം പോലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരീരത്തിലുള്ളത് ഡോക്ടർ കാണിക്കുമ്പോഴും ഈ മനസ്സിനുള്ളതിനെ അങ്ങനെ സപ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് ലാസ്റ്റ് അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, അത് നമ്മളെ നിയന്ത്രിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എവിടെയോ ചെന്ന് ചാടിയിട്ട് നമ്മൾ പറയും ലാസ്റ്റ്, ഒക്കെ വിധിയാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിധിക്ക് റോൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എപ്പോഴും. പക്ഷെ വിധിയെ മാറ്റാൻ നമ്മൾ അല്ലെ ഒന്ന് എവേക്കൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, പക്ഷെ ആ പ്രാർത്ഥനയിൽ പോലും കുറെ കാര്യങ്ങളുണ്ട്, അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പലപ്പോഴും എല്ലാം വിധിയാന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ സമാധാനിക്കും, അല്ലേ? അപ്പൊ ശരിക്കും ഇമോഷണൽ ഇന്റലിജൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കണം. ഉള്ളിൽ എന്താ, പുറമെ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഉള്ളിൽ എന്താണ്. നമ്മൾ ബാക്കിയുള്ളവരെ കുറിച്ച് പറയും ഉള്ളു ഭയങ്കര മോശ, അയാൾ അങ്ങനെയൊന്നല്ല, അതൊക്കെ പുറമെ കാണിക്കുന്ന, അല്ലെ, ഞാൻ കുറെ കണ്ടതാന്ന് പറയും. പക്ഷെ ഞാൻ കാണേണ്ടത് അതല്ല, ഇവിടെ എന്താണ് നടക്കുന്നത്, അല്ലെ? ആ ഇമോഷൻസിനെ മനസ്സിലാക്കുക, ആ ഇമോഷൻസിനെ മാനേജ് ചെയ്യണം. നേരത്തെ പറഞ്ഞ കൺട്രോളിനേക്കാളും അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയണം. ഈ പേടി എന്ന് പറയുക, തിരിച്ചറിയാന്ന് പറഞ്ഞാല് ചിലപ്പോ ദേഷ്യപ്പെടുന്നത് ദേഷ്യം കൊണ്ട് തന്നെ ആയിരിക്കില്ല, മറ്റു പല കാരണം കൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഇമോഷൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയില്ല, അല്ലേ? ചിലപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു ഡോക്ടർ നല്ല ഹൈ ക്വാളിഫിക്കേഷൻസ് ഉള്ള, നല്ല എന്താ പറയാ, അയാളുടെ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ, അക്കാഡമിക്കൽ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളോ നല്ല ഹൈ ആയിട്ടുള്ള ഡോക്ടർ, പക്ഷെ അയാൾ അധികം സംസാരിക്കൂല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല, അധികം കാര്യങ്ങൾ തുറന്ന് പറയൂല അയാള്, പക്ഷെ നല്ല സ്കില്ലുണ്ട്. അപ്പോൾ അയാളുമായിട്ടാണോ കണക്ഷൻസ് ഉണ്ടാവുക? ഒരു ആവറേജ് ഡോക്ടർ, മറ്റൊരു ഡോക്ടർ ആവറേജ് ഡോക്ടർ, അയാള്, പക്ഷെ അയാൾക്ക് എന്ത് സ്കില്ലുണ്ട്? ആളുകൾ പറയുന്നത് എംപതറ്റിക്കലി, അല്ലെ, ഇങ്ങനെ ലിസൺ ചെയ്യും, കേട്ട് കൊടുക്കും, എന്നിട്ട് ആളുകൾക്ക് ഒരു കംഫർട്ട് കൊടുക്കും, കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരുടെ ഫീലിങ്സും കൂടെ മനസ്സിലാക്കും. ഇതിൽ ആരുമായിട്ടാണ് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യുക? രണ്ടാമത്തെ ഡോക്ടർ അല്ലേ? രണ്ടാമത്തെ അല്ലേ? എന്തുകൊണ്ടാ? കാരണം അയാളാണ് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്തത്. ഇതേപോലെ നമ്മളും ഇമോഷണലി മറ്റുള്ളവരെ കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം, അല്ലേ? അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം പറയുന്നത്, നമ്മൾ അങ്ങനെ ഇമോഷണലി ഇന്റലിജന്റ് ആവാന്ന് പറഞ്ഞാൽ അങ്ങനെ 5 പില്ലേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനുള്ള സമയം ഉണ്ടോ എന്ന് അറിയില്ല, എന്നാൽ ഞാൻ പറഞ്ഞു പോവാണ്. ആദ്യം നമുക്ക് വേണ്ടത് ആ ഇമോഷൻസിനെ, അല്ലെ, ആ ഇമോഷൻസിന് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം എന്താന്നറിയില്ലെങ്കിൽ, അല്ലേ, പലരും പറയുന്ന എന്തുകൊണ്ടാന്ന് അറിയില്ലെങ്കിൽ അത് അറിയാനെങ്കിലും ഉള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ആ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ മനസ്സ് നമ്മളെ നിയന്ത്രിച്ചിട്ട് അതിനനുസരിച്ചിട്ട്
തോന്നിയ പോലെ നമ്മൾ പല റിയാക്ഷൻസും പല തീരുമാനങ്ങളും പല അണ്ടർസ്റ്റാൻഡിങ്ങിലും എത്തിയിട്ട് എന്താകും ലാസ്റ്റ് എല്ലാം വിധിയാന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. അപ്പൊ ആദ്യം നമ്മുടെ ആ സെൽഫ് അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാ. അല്ലേ? പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യമാന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ ഇമോഷൻസിനെ ഒന്ന് എന്താ പറയാ, എന്ത് ഇമോഷൻസ് അപ്പൊ ഉള്ളതെന്ന് ചോദിക്കും. എനിക്ക് വല്ലാണ്ട് ദേഷ്യം, അല്ല എനിക്ക് എന്തോ ഒരു ദേഷ്യം വരുന്നുണ്ട്, എന്തിനാന്ന് അറിയാം ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആക്ച്വലി അത് ദേഷ്യമൊന്നും ആയിരിക്കില്ല. എന്തോ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്ന്, ചില നിരാശകളിൽ നിന്ന് വരുന്ന ദേഷ്യമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ചില ഡിസപ്പോയിൻമെന്റ്, ചില നിരാശകള്, അല്ലെ? ചില അവഗണനകളിൽ നിന്ന് വരുന്ന ദേഷ്യമുണ്ട്, ചില പേടിയിൽ നിന്ന് വരുന്ന ദേഷ്യമുണ്ട്, ചില ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ നിന്ന്, ആ ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ നിന്ന് ആ കണക്ഷൻ കിട്ടാതാകുമ്പോൾ വരുന്ന ദേഷ്യമുണ്ട്. അപ്പൊ ശരിക്കുള്ള കാരണം ഇതുകൊണ്ടൊക്കെ ആ ദേഷ്യം വരുന്നതെന്ന് പറയുമ്പോഴും ആ ദേഷ്യത്തിന് പിന്നിൽ വേറെന്തോ ഒരു ഫീലിംഗ് ഉണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ദേഷ്യം മുഴുവൻ, ചില കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണുമ്പോൾ എന്റെ ദേഷ്യം മുഴുവൻ ഞാൻ മക്കൾക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നവരുണ്ട്. പലരും സെഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയും, എന്റെ മക്കളിലാണ് ഞാൻ ഇത് കൊടുക്കുന്നത്, മക്കൾക്കിട്ടാണ് കൊട്ടുന്നത് എന്ന്. അപ്പൊ മക്കള് അതിന് കാരണമായിട്ട് മക്കൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു പാത്രം പൊട്ടിക്കുന്നുണ്ടാവും, കപ്പ് പൊട്ടിക്കുന്നുണ്ടാവും, അല്ലെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കുന്നുണ്ടാവും. അപ്പോഴാ ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് കൊടുക്കുക. ശരിക്കും റീസൺ എന്താ? മക്കളോടുള്ള ദേഷ്യമാണോ, അല്ലെ മക്കൾ കപ്പ് പൊട്ടിച്ചാണോ ദേഷ്യം? അതുകൊണ്ടാണോ ദേഷ്യം വന്നത്? അല്ല. അല്ല, അല്ല, ഒരിക്കലും അല്ല. അതാണ് ഒന്ന് എന്തിനാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നമ്മൾ സെൽഫ് റെഗുലേഷൻ തന്നെ ചെയ്യാന്നുള്ളതാണ്. സെൽഫിനെ നമുക്ക് പെട്ടെന്ന് ആ ഇമോഷൻസ് വരുമ്പോ തന്നെ റിയാക്ട് ചെയ്യാന്നുള്ളതിനേക്കാളും, ഇത് നമ്മളിപ്പോ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരു സംഭവം ഉണ്ടായാൽ ഒന്ന് പോസ് ചെയ്യാം, ഒന്ന് ബ്രീത്ത് ചെയ്യുക, എന്നിട്ട് ഒന്ന് ആലോചിക്കുക, എന്നിട്ട് പ്രതികരിക്കാന്ന്. ഇത് നടക്കുവോ? സൈക്കോളജി തിയറി പഠിപ്പിക്കുന്ന എങ്ങനെയാ? നടക്കുവോ? എല്ലാ സൈക്കോളജിക്കൽ തിയറി നല്ല കേട്ടോ. പലരും പറയും നമ്മൾ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് തിങ്ക് ചെയ്യാന്നൊക്കെ. പക്ഷെ അത് നടക്കൂല. ഇത് നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ 2nd മന്തിൽ വരുന്ന ഏരിയ ആണ് സെൽഫ് റെഗുലേഷൻ മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. സെൽഫിനെ റെഗുലേറ്റ് ചെയ്യുന്നത് മാസ്റ്ററി കിട്ടുന്നത് 1ാമത്തെ മാസം കംപ്ലീറ്റ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് കേട്ടോ. 2ാമത്തേലാണ് സെൽഫ് റെഗുലേഷൻ മാസ്റ്ററി വരുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇന്നർ ക്രിട്ടിക്കും ഒരു ഇന്നർ കോച്ചും ഉണ്ട്. കോച്ച് എപ്പോഴും ആ ഗ്രൗണ്ടിനെ മൊത്തം നിയന്ത്രിച്ച് ആര് ഗോള്, അല്ലെ എങ്ങനെ എങ്ങനെ ആ ഗോള് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണം എന്ന് ഡയറക്ഷൻസ് കൊടുക്കുന്ന ഒരു പ്ലെയർ ആക്കുന്ന ആളാ കോച്ച് എന്ന് പറഞ്ഞാല്. നല്ലൊരു പ്ലെയർ ആക്കുന്ന ആളാ കോച്ച് എന്ന് പറഞ്ഞാല്, അല്ലേ? അതേസമയം ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും വിമർശിക്കുന്ന, എന്തിലും ഒരു നെഗറ്റിവിറ്റി കണ്ടെത്തുന്ന ആളാ ക്രിട്ടിക്. ഇത് രണ്ടും ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ട്, രണ്ടും എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഉള്ളിൽ തന്നെ വെക്കും, ഒന്നും എടുത്ത് പുറത്ത് കളയുന്നില്ല, ഒന്നും ആരോടും പറയുന്നില്ല, ഒന്നും ഞാൻ ഹീൽ ചെയ്യാനും തയ്യാറല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ആരായിരിക്കും? ഈ ഈ ക്രിട്ടിക് ആയിരിക്കും. കോച്ചിന് റോൾ എടുക്കാനേ കഴിയില്ല. അതേസമയം നമ്മൾ ഇത്തരം പ്രാക്ടീസിലൂടെ ഹീലിങ്ങിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ് കോച്ച് ഒന്ന് ഓണാവുക. കോച്ച് ഓണായി കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ റിയാക്ട് ചെയ്യണോ റെസ്പോണ്ട് ചെയ്യണോ എന്നുള്ളത് കോച്ച് നമ്മളെ കൊണ്ട് തീരുമാനിപ്പിക്കും. അവിടെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ബ്രീത്ത് എടുത്ത് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് തിങ്ക് ചെയ്ത് ഇതിനൊന്നും ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വേറൊന്നിന്റെ നമ്മൾ ഒന്നിങ്ങനെ നിന്ന് പോസ് ചെയ്യുക അങ്ങനത്തെ ഒന്നും ഒരു ആവശ്യം അവിടെ വരൂല. അതിനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടോ. ഈ കോച്ച് ഇപ്പൊ ഓണല്ല പലരുടെ ഉള്ളിൽ ക്രിട്ടിക്ക ഓണായി കിടക്കുന്നത്. ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് എക്സ്പീരിയൻസസ്, നമ്മൾ കടന്നു പോയിട്ടുള്ള എക്സ്പീരിയൻസ്, കടന്നു പോയിട്ടുള്ള വിഷമഘട്ടങ്ങള്, അല്ലെ, അതിനെ ബേസ് ചെയ്തോണ്ട്. അപ്പൊ ആ കോച്ചിനെ ഉണർത്തുക എന്നുള്ളത്, ആ കോച്ച് ഉണ്ടെങ്കിൽ പിന്നെ അതിനെ ഉണർത്തിക്കൂടെ? അതിനെ നമുക്ക് യൂസ് ചെയ്തൂടെ? അതിനെ കൊണ്ട് നമ്മുടെ ലൈഫിൽ, അല്ലെ, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും ഒരു ബ്രീത്ത് എടുത്ത് ഒന്ന് പോസ് ചെയ്ത് ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചു വെക്കുന്നെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല.
അപ്പൊ ഞാൻ തന്നെ എന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത്. ഹൗ ഡു ഐ റിയാക്ട് അല്ലെങ്കിൽ ഹൗ ഡു ഐ റെസ്പോണ്ട് എന്നുള്ളത്. സോ ഇറ്റ് ഹാപ്പൻസ്. അത് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ ചെയ്യാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. അതിലേക്ക് നമ്മൾ എത്തണം. ചിലപ്പോൾ അതിന് നമുക്കൊരു കോച്ചിന്റെ സഹായം വേണ്ടി വരും, ഒരു ഹീലിംഗിലൂടെ കടന്നു പോകേണ്ടി വരും, ഒരു എക്സ്റ്റേണൽ ആളുടെ സഹായമൊക്കെ വേണ്ടി വരും, മെന്ററുടെ സഹായം വേണ്ടി വരും. വേണമെങ്കിൽ നമ്മളത് എടുക്കുക. കാരണം ദിസ് ഇസ് ദ ലൈഫ് ഈസ് അവേഴ്സ്. ജീവിതം നമ്മുടെയാണ്, അല്ലേ? ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞു സെൽഫ് അവയർനെസ് ആണ്, രണ്ട് സെൽഫ് റെഗുലേഷൻ ആണ്. മൂന്നാമത്തെ ഞാൻ പറയാം സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ബ്രീത്ത് എടുത്തോളൂ ഒരു കാര്യമില്ല. നമ്മൾ റിയാലിറ്റി പറഞ്ഞു തരണം. റിയാലിറ്റി ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി തരണം. എന്നിട്ട് അത് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. മൂന്നാമത്തെ നമ്മൾ അവിടെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴും ഈ ഒരു സെൽഫ് റെഗുലേഷൻ ചെയ്യുമ്പോഴാണ് ഒരു എംപതി. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടറെ പോലെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ, അല്ലേ, ഒരുപാട് അഡ്വൈസ് കൊടുക്കും. ചിലപ്പോൾ ചില കേസിൽ ചില ആളുകൾക്ക് അഡ്വൈസേ വേണ്ടി വരില്ല. അങ്ങനെ ഹീലായി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ എങ്ങനെ ഒരു മണിക്കൂർ വന്ന് അവരൊന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒന്നും ആ ഒരു എനർജറ്റിക് സ്പേസിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോൾ ലാസ്റ്റ് ചോദിക്കും എന്താ ഫീൽ ചെയ്യുന്നപ്പോൾ. അപ്പൊ തന്നെ അവർക്കില്ലേ നമ്മളെ ആ രീതിയിൽ കേൾക്കുന്ന, ഇടയ്ക്ക് കയറി അല്ലേ നിങ്ങൾ അങ്ങനെ ഒരു അഡ്വൈസ് ഞാൻ കൊടുക്കാറില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയൻസിനോട് ഞാൻ പറയാറില്ല. നിങ്ങൾ ഫാമിലി റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡിന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കണം, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കണം. ഇപ്പോൾ തന്നെ എൻ്റെ മെന്ററിങ്ങിലുള്ള ആള് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉള്ളത്, അങ്ങനത്തെ ഒരു അഡ്വൈസ് പോലും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ബട്ട് ദേ ആർ ഹാപ്പി, അല്ലേ, ദേ ആർ ഗെറ്റിംഗ് ഹീൽഡ്. അപ്പൊ അവിടെ അത് കൊടുക്കാന്നുള്ളതിനേക്കാളും ആ അഡ്വൈസ് കൊടുക്കാന്നുള്ളതിനേക്കാളും ചില കേസിൽ അവരിങ്ങനെ അല്ലെ ഒരു റൂമിൽ ഞാൻ ഈ അവയർനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു റൂമിൽ കംപ്ലീറ്റ് വസ്തുക്കളൊക്കെ ഇങ്ങനെ അവിടെ ഒക്കെ ചെതറി കിടക്കുക, കംപ്ലീറ്റ് ഡാർക്ക്നെസ്സുമാണ്, കംപ്ലീറ്റ് ഇരുട്ടാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കയറുമ്പോൾ നമ്മളിങ്ങനെ തപ്പിത്തടയാ, അവിടൊക്കെ ഇവിടൊക്കെ മുട്ടി വീഴുക, ഇരുട്ടാണ്. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാ അവിടെ ഉള്ളത് വലിച്ചു വാരി ഇട്ടത്, ഇതാരാ വലിച്ചു വാരി ഇട്ടത് എന്ന് ചോദിക്കുന്നതിനേക്കാളും ചെറിയൊരു വെളിച്ചം അവിടെ കത്തിച്ചു വെച്ചാല് നമുക്ക് കണ്ടൂടെ എന്തൊക്കെയാ അവിടെ ഒക്കെ ചെതറി കിടക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തട്ടാതെ മുട്ടാതെ നടക്കാൻ നമുക്ക് കഴിയൂലേ? യെസ് ഓർ നോ? ഒരു പക്ഷെ പെട്ടെന്ന് അറ്റ് എ ടൈം നമുക്ക് അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരൂല. എങ്കിലും അതിനിടയിലൂടെ ചില വഴികൾ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മുടെ എന്താ പറയാ എല്ലാ ഏരിയയിലും ആ ലൈറ്റ് കത്തിച്ച് വെക്കാത്തത് കൊണ്ടാണ്. അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. ദാറ്റ് സെൽഫ് റെഗുലേഷന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഇതെന്താണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാൻ ശ്രമിക്കാറില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ അന്ധകാരത്തിലേക്ക് അല്ലേ നമുക്ക് എന്തൊക്കെയോ ചെയ്യണം, അതൊക്കെയോ ചെയ്യുമ്പോൾ അവിടെ തട്ടുന്നു, ഇവിടെ തട്ടുന്നു, അവിടെ വീഴുന്നു, ഇവിടെ വീഴുന്നു. ജസ്റ്റ് ഒരു ലൈറ്റ് കത്തിച്ച് വെച്ചാൽ അതൊരു ഉണരൽ മാത്ര, കണ്ണു തുറക്കൽ മാത്ര. പിന്നീടും പ്രോസസ്സുകൾ ഉണ്ട്. ആ പ്രോസസ്സിലായിരിക്കും നമ്മൾ എന്താ പറയാ ഹീലിംഗിലൂടെ ഒക്കെ കടന്നു പോകുക പലതും എടുത്ത് പുറത്ത് കളയുന്നത്. ഒന്ന് അടുക്കിപ്പെറുക്കി, ചിലതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചാൽ മതിയാവും, ചിലതൊക്കെ എടുത്ത് കളയേണ്ടി വരും, ചിലതൊക്കെ ഒന്ന് ഓർഡർ ആക്കിയാൽ മതിയാവും. ചിലപ്പോൾ കുറച്ച് പെർഫ്യൂം ഒക്കെ ഒന്ന് അവിടെ അടിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മള് അല്ലേ, നമ്മളുടെ പ്രശ്നം എന്താണെന്നറിയാം. സാധാരണ നമ്മളൊരു വാക്ക് പറഞ്ഞാല് ആ വാക്ക് ചിലപ്പോൾ ആളുകൾ മറക്കും. മായ ഏഞ്ചലിന്റെ ഒരു കോട്ടാണ്. പക്ഷേ പീപ്പിൾ വിൽ ഫൊർഗെറ്റ് വാട്ട് യു സെഡ്. നമ്മൾ പറഞ്ഞത് അവർ മറന്നാലും ബട്ട് ദേ വിൽ നെവർ ഫൊർഗെറ്റ് ഹൗ യു മെയ്ഡ് ദം ഫീൽ. അല്ലേ, അവരെങ്ങനെയാണ്, അങ്ങനെയല്ലേ നമുക്ക് അനുഭവപ്പെടുകയാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അതേപോലെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ആ വാക്കുകളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പല എക്സ്പീരിയൻസിലും പല അനുഭവങ്ങളിലും ചില വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ ആ വാക്കുകൾ ഏത് ഇമോഷണൽ ഇന്റൻസിറ്റിയിലാണ് കേട്ടത് എന്നതിന്റെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ചില വാക്കുകൾ ചില ഡയലോഗുകളൊക്കെ നിങ്ങൾ ഓർക്കുന്നത്. ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഗോത്രൂ ചെയ്തെങ്കിൽ മനസ്സിലാകും. ആ കുട്ടിക്കാലത്തും അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇപ്പോഴത്തെ കറന്റ് ബാച്ചിലുള്ള ഒരാൾ ചോദിച്ചെന്താന്ന് വെച്ചാൽ ഈ ഇന്നർ ചൈൽഡ് വൂണ്ടൊക്കെ ഓൺ ആവുന്നത് മാരേജിന് ശേഷമാണോ എന്നുള്ളത്. സ്ത്രീകൾക്ക് അല്ലേ, ഈ ഇന്നർ ചൈൽഡ് വൂണ്ട് ഓൺ ആകുന്നത്, അവിടെ ട്രിഗർ ആവുന്നത്, ട്രിഗറിങ് പോയിന്റ് ചിലപ്പോൾ മാരേജിന് ശേഷമായിരിക്കും. അപ്പൊ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ആളുകൾ ഓർക്കുക. ആ ഫീലിംഗ് ആണ് ഓർക്കുക, ആ ഇമോഷൻസ് ആണ് അവൾ ഓർക്കുക, അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ,
ഒരു ഒരു കുട്ടി കരയാണെന്ന് വിചാരിച്ചോളൂ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കരഞ്ഞിട്ടുണ്ടാവും. ആ കരയുന്ന സമയത്ത് നമ്മളെ ഷൗട്ട് ചെയ്ത് കരയരുത്, മിണ്ടരുത് എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് നിർത്തിയത്, അവിടെ നമുക്കൊരു ഇമോഷണൽ മെമ്മറി ഉണ്ടാവും. അവിടെ നമ്മള് നമ്മൾ ആ അപ്പൊ ചിലപ്പോൾ നമ്മൾ കരയാതിരിക്കും, പേടിച്ചിട്ട് നമ്മൾ കരയാതിരിക്കും. ആ കരയാതിരിക്കുന്നത് വിത്ത് പെയിൻ ആണ്, അല്ലേ? സത്യമല്ലേ? ആ പെയിനോട് കൂടിയിട്ടായിരിക്കും അമർത്തി വെക്കും, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ചില അതേ സിറ്റുവേഷനിൽ ഇപ്പൊ ഉപ്പയാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ ഉപ്പമാൻ അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില സിറ്റുവേഷൻസിൽ അതേ സിറ്റുവേഷനിൽ തന്നെ ഒരാള്, ചിലപ്പോൾ ഉപ്പയും ഉമ്മയും ആരോ ആയിക്കോട്ടെ, ഒരാള് നമ്മളെ കൺട്രോൾ ചെയ്തു, കരയരുത് എന്ന് പറഞ്ഞ് സപ്രസ് ചെയ്തു. വേറൊരാള് രണ്ടാമത്തെ ആള് നമ്മളെ പിടിച്ച് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്താ പ്രശ്നം, എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചിട്ട് ആ അമർത്താൻ ശ്രമിച്ച ആ ഫിയർഫുൾ അല്ലെ പെയിൻഫുൾ എക്സ്പീരിയൻസിനെ നമ്മളൊന്ന് പുറത്തെടുക്കുന്നതാണോ ഹീലിംഗ്, അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്നതാണോ? അവിടെ രണ്ടാമത്തെ കേസിലും നമ്മൾ കരച്ചിൽ നിർത്തും. ചിലപ്പോ എങ്ങനെ പുറത്തെടുക്കുന്നത് പുറത്തെടുക്കും, അല്ലേ? നമ്മൾ പുറത്തെടുക്കും. ഒരു സെക്കൻഡ്. ഓക്കെ, അവിടെ നമ്മൾ പുറത്തെടുക്കും. സോറി, അവിടെയും നമ്മൾ കരയാതിരിക്കും. ആ കരയാതിരിക്കുന്നതാണോ അല്ലെങ്കിൽ നേരത്തെ കരയാതിരിക്കുന്ന ഏതാ ഹെൽത്തി ആയിട്ടുള്ളത്? രണ്ടാമത്തെ അല്ലേ? രണ്ടാമത്തതാണ്. അപ്പൊ ഇതേപോലെയാണ് ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ എപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴൊക്കെയോ ഇതേപോലെ നമ്മൾ അമർത്തി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, അല്ലേ? ഈ ചില കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടുള്ള, നമുക്ക് റിപ്ലൈ തരാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും അത്തരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ നമ്മളെ തനിച്ചാക്കുന്ന അപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ഹേർട്ട് ആകുന്നത് നമ്മൾ ശരിക്കും ഒരു പവർഫുൾ ബീങ് ആണ്. മനുഷ്യൻ എന്ന് പറയുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും പവർ കൊടുത്ത് പഠിച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബീങ് ആണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യന് ഒരിക്കലും അത് പുറത്തെടുക്കാൻ കഴിയാറില്ല. കാരണം ഈ പറഞ്ഞ പോലെ ആ ഇമോഷണൽ അറ്റാച്ച്മെന്റിലും ആ ഒരു ഫീലിങ്സിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളുടെ ഒരു ശക്തി നമുക്ക് പുറത്തെടുക്കാൻ കഴിയാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് ചിലപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിലൊക്കെ നമുക്ക് ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മളോട് എപ്പോഴും ഷൗട്ട് ചെയ്യുന്ന ഒരു മാനേജർ ആണോ, അതല്ലെങ്കിൽ നമ്മൾ അടുത്ത് വിളിച്ചിട്ട് നമുക്ക് തെറ്റ് പറ്റുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരാളെയാണോ ഇഷ്ടപ്പെടുക നമുക്ക്, അല്ല അവരായിട്ടാണോ ക്ലോസ്ലി കണക്ട് ആവാം? രണ്ടാമത് പറഞ്ഞാണ്. കാരണം അവിടെ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ ഇത്രയും സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാകും എന്തുകൊണ്ട് യു ആർ ഗെറ്റിംഗ് ട്രിഗേർഡ്, അല്ലെങ്കിൽ ആ ഇമോഷണൽ ഇന്റലിജൻസിനെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ചിതറിക്കിടക്കുന്ന റൂമിൽ എന്താ ഉള്ളതെന്ന് പോലും അറിയാൻ നമ്മൾ ശ്രമിക്കാത്തപ്പോഴായിരിക്കും. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല് നമുക്കൊരു ഇമോഷൻസും ഇല്ലാതിരിക്കുക, അതും വേറൊരു സംഭവം. അതും നമുക്കൊരു പെയിൻ ആവാറുണ്ട്. കരയാൻ പാടില്ല, ഓവർ ചിരിക്കാൻ പാടില്ല, അല്ലേ? ഓവർ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കുറേ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് കരയാൻ വരുമ്പോഴും ചിരിക്കാൻ വരുമ്പോഴും നമ്മളിങ്ങനെ എന്താ പറയാ അടക്കി പിടിക്കുക ചെയ്യാം. അപ്പൊ ഇമോഷൻ ഇല്ലാതിരിക്കലോ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കലോ അല്ല. പിന്നെ നമ്മളൊക്കെ ഇമോഷൻസ് ആണ്. ചിലപ്പോ ചില രീതിയിൽ നമ്മൾ റിയാക്റ്റും ചെയ്തു എന്ന് വരും. ആ റിയാക്ട് ചെയ്യുമ്പോഴും ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ മനുഷ്യന്മാരല്ലേ. നമ്മളിനിപ്പോ ഒരു ഹീലിംഗ് കഴിഞ്ഞാൽ പോലും നമ്മൾ പഠിച്ചോനാണെന്നൊന്നുമില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ ചെറിയൊരു ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോഴും ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ളൊരു ബ്ലെയിമിങ്ങും കൂടെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, അല്ലേ? അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് പറയുമ്പോൾ വീണ്ടും ഞാൻ പറയാണ്, നമ്മൾ ഇമോഷണലി കംപ്ലീറ്റ് അവെയർ, ദാറ്റ് ലൈറ്റ് കത്തിച്ചു വെച്ചിട്ട് ആ ലൈറ്റിനുള്ളിൽ, അല്ലേ, ആ വൂണ്ട് മുമ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വൂണ്ട് ഉണ്ടല്ലോ, ആ ഒരു മെമ്മറി ഉണ്ടല്ലോ, ഇനി നിങ്ങൾ നോ ലോങ്ങർ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയോ പലപ്പോഴും നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസും ഇമോഷൻസിന്റെ പുറത്തായിരിക്കും. ഞാനിനി ഒന്നും പറയുന്നില്ല, അല്ല ഞാനിനി അങ്ങനെ ചെയ്യൂല, ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല, ഞാനിനി അവരെ വിളിക്കുന്നേ ഇല്ല. ഇങ്ങനെ പല ഡിസിഷൻസും നമ്മൾ എടുത്തിട്ടുണ്ടാകും. എന്തിന്റെ പുറത്താ? അവയർനെസിന്റെ പുറത്താണോ, നോളജിന്റെ പുറത്താണോ, ഇമോഷണൽ ഇന്റലിജൻസിന്റെ പുറത്താണോ, അതോ നമ്മുടെ ട്രിഗറിങ് പോയിന്റിൽ നമുക്കുണ്ടായ ആ പെയിനിന്റെ പുറത്താണോ? ഈഗോയും ഒരു തരം എന്താണ്? ദാറ്റ്
പെയിനിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മാസ്കാണ്, അല്ലെ? ഒരു മാസ്ക് ആണ്. അല്ലെ, ഞാൻ ഹാപ്പി ആണെന്ന് അല്ലെങ്കിൽ എനിക്കിതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അകത്തുള്ളതിനെ മറച്ചു വെക്കുന്നത്, ഐസ്ബർഗ് തിയറിയിൽ ഉള്ളിലുള്ളതിനെ മറച്ചു വെച്ചിട്ട് പുറകെ ഒന്ന് കാണിക്കുന്ന ഒരു മാസ്ക് ഉണ്ടല്ലോ, അതാണ് ഈഗോ എന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും എന്താ പറയാ, അതിനൊരു കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈഗോനെ കുറിച്ച് പറയാനുണ്ട്, അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ, മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതല്ല, മറ്റുള്ളവരുടെ ഇമോഷൻസിന്റെ കയറി കളിക്കുന്നതല്ല ഒരിക്കലും. നമ്മളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി അതിനെ റെഗുലേറ്റ് ചെയ്ത് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ ഇന്നർ കോച്ചിനെ ഉണർത്തിയിട്ട്, നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ ഇന്നർ കോച്ചും ഇന്നർ ക്രിട്ടിക്കും ഉണ്ട്. ആരാണ് കൂടുതൽ കിടന്ന് കളിക്കുന്നത് എന്നുള്ളെങ്കിലും മനസ്സിലാക്കിയിട്ട് ആ ഇന്നർ കോച്ചിനെ ഒന്ന് ഉണർത്താൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ, ആ ഇന്നർ കോച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അവിടെ നിങ്ങൾ ഇമോഷണലി ഇന്റലിജന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കോഴ്സിലൊക്കെ നടക്കുന്നത്. പലപ്പോഴും ആ പഴയ വൂണ്ടിനെ, എന്തുകൊണ്ടാണെന്നറിയാതെ നമ്മൾ വേദനിക്കുന്ന ആ വൂണ്ടിനെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഹീൽ ചെയ്തിട്ട്, അവിടെ പലതും ഞാൻ പറഞ്ഞല്ലോ, ചില അടുക്കി പെറുക്കല്, ചില വെളിച്ചം വീശല്, ചിലപ്പോൾ ചില പെർഫ്യൂം ഒക്കെ കൊടുത്ത് അതിനെ ഒന്ന് ഭംഗിയുള്ളതാക്കി അവിടെ നമുക്ക് ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി, ചിലപ്പോൾ ചില സംഗതികളൊക്കെ അവിടെ തന്നെ ഉണ്ടാകും, അതിലൂടെ നമുക്ക് എഫേർട്ട്ലെസ്ലി നമ്മൾ എത്തേണ്ട സ്ഥലത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു ജേണിയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു പിന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയാം, ആ സംശയങ്ങൾക്കുള്ള സമയവും ഞാൻ തരാം. അതിന് മുന്നേ ഞാൻ ഈ ഒരു നമ്മുടെ ഒരു ബ്രോഷർ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, സ്ക്രീൻ കാണാവോ? ഞാൻ ആ ജേണിയെ കുറിച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ഒരു 90 ഡേയ്സ് ഹീലിംഗ് ജേണിയാണ്, ഹീലിംഗ് അലൈൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ജേണിയാണ് നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു 3 മന്ത് കോഴ്സാണ്. ഒരു മാസത്തെ, ഓരോ മാസവും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ലൈഫിൽ നമ്മൾ ആ പാസ്റ്റിലുള്ള, ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, നമ്മളിങ്ങനെ അടച്ചടച്ചടച്ച് ഇത് ആരോടും പറയാൻ പറ്റൂല, ഇതെങ്ങനെയാ ഞാൻ പറയാ, ഇത് ആരെയെ കാണിക്കുക എന്നൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ സപ്രസ് ചെയ്തിട്ടുള്ള അതിനൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് ഒരു 90 ഡേയ്സ് ജേണിയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അതിന് 1ാമത്തെ മാസം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെ, അതൊരു ഗൈഡഡ് ജേണിയാണ് നമ്മുടെ ഇമോഷണൽ ഹീലിംഗിന്റെ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞത്, നമ്മുടെ കോച്ചിനെ ഓണാക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ കോച്ചിനെ ഓണാക്കിയിട്ട് നമ്മുടെ ഒരു പർപ്പസ്ഫുൾ ലൈഫിലേക്ക് ആ വെളിച്ചമൊക്കെ വീശി കുറച്ച് ആ പെർഫ്യൂം ഒക്കെ പുരട്ടി, മെറ്റഫോറിക്കൽ മീനിങ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത് വേറെ ഒരു ഹീലിംഗ് പ്രോസസ്സ് മാത്രമല്ല, ജസ്റ്റ് നോട്ട് ഓൺ ഹീലിംഗ് മാത്രമല്ല അവിടെ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ സെൽഫിനെ റെഗുലേറ്റ് ചെയ്തിട്ട് ഒരു പർപ്പസ്ഫുൾ ലൈഫിലേക്ക്, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും അറിയാതെ ജീവിച്ചു പോകുന്നത്, അല്ലെ, അങ്ങനെ ഒരു ജേണിയാണ്. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അല്ലെ, പലരും ആ ഒരു ഇൻവിസിബിൾ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള, നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത, റീസൺ അറിയാത്ത ചില ഇമോഷണൽ വൂൺസിനെ, അതിന്റെ സാന്നിധ്യം, അതിന്റെ ഒരു ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടാകും, നമ്മുടെ കോൺഫിഡൻസിൽ വരുന്നുണ്ടാകും, നമ്മുടെ ഫിനാൻസിൽ പോലും, അല്ലെ, നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാകും നമ്മുടെ ഡിസിഷൻസിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു 90 ഡേയ്സ് ഹീലിംഗ് ജേണി നിങ്ങളുടെ ആ ഇമോഷണൽ ബേർഡൻസിന്, ആ കുടുക്കൊക്കെ ഒന്ന് അഴിച്ചാൽ തന്നെ, അല്ലെ, ആ തട്ടിത്തടഞ്ഞ് വീഴുന്ന കാര്യങ്ങളൊന്ന് റിമൂവ് ചെയ്ത് അടക്കി പിടിച്ചൊരു വഴി അവിടെ ക്ലിയർ ആയിട്ട് വന്നാൽ തന്നെ നമുക്ക് ലൈഫിൽ യാത്ര ചെയ്യാൻ ഈസിയാണ്. ഇന്നും എനിക്ക് വന്ന മെസ്സേജ് ഉണ്ട്, ഇപ്പൊ ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, എന്തോ ഒരു ഈസിനെസ് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരിതിൽ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് മെസ്സേജുകൾ വരുന്നത്, അത് ഗ്രാറ്റിറ്റ്യൂഡ് ആ ഹീലിംഗ് ജേർണിയുടെ കടന്നു പോകുന്ന സമയത്ത്. അപ്പൊ ആ ഒരു സെൽഫ് അവയർനെസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്തി ഹാബിറ്റും അതേപോലെ തന്നെ സെൽഫ് റെഗുലേഷനും ഒക്കെ അടങ്ങുന്ന ഒരു ജേണിയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അല്ലെ, അതില് 1ാമത്തെ മന്ത് കംപ്ലീറ്റ് ഹീലിംഗ് ആണ്. കഴിഞ്ഞ ബാച്ച് വരെ സെക്കൻഡ് മന്തിലൊക്കെ ഹീലിംഗ് തന്നെയായിരുന്നു. പക്ഷെ ഈ കറന്റ് ബാച്ച്, ഇപ്പൊ റണ്ണിങ് ബാച്ചും അതേപോലെ തന്നെ ഇനി വരാനുള്ള ബാച്ചിലൊക്കെ 1ാമത്തെ മാസം കംപ്ലീറ്റ് ഹീലിംഗ് ആണ്. പക്ഷെ
ഹീലിംഗ് ത്രൂ ഔട്ട് ദ ജേണി ഉണ്ടാകും. 3 months ഹീലിംഗ് നടക്കും. ഹീലിംഗ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെറിയ ചെറിയ നിങ്ങൾക്ക് തന്നെ നിസ്സാരമായിട്ട് തോന്നുന്ന ബട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നല്ല. ചില സ്വിച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ്. ആ ഇമോഷണൽ വൂൺസിനെ, പാസ്റ്റ് ട്രോമയെ, ആ സ്ട്രെസ് മാനേജ്മെന്റ്, നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങളെ ഒരു സ്പിരിച്വലി കണക്ട് ചെയ്യുന്ന ഒരു ജേണി ഫസ്റ്റ് മന്തിൽ. സെക്കൻഡ് മന്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൈൻഡ് ആൻഡ് സെൽഫ് റെഗുലേഷൻ മാസ്റ്ററിയാണ്. നമ്മുടെ ഈ പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫിനെ, നമ്മളെ തന്നെ വിമർശിക്കുന്ന ആ ക്രിട്ടിക്കിനെ ഒന്ന് ഓഫ് ആക്കിയിട്ട് നമ്മുടെ കോച്ചിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. കോച്ച് ഓട്ടോമാറ്റിക്കലി ഓൺ ആക്കുന്നത്. പെട്ടെന്ന് കയറി ഒരു റെഗുലേറ്റർ ഇല്ലേ, ഫാനിന്റെ ഒക്കെ റെഗുലേഷൻ നമുക്കറിയാം എപ്പോൾ അത് കൂട്ടണം കുറയ്ക്കണം എന്നുള്ളത്. അതേപോലെ നമ്മളെ ബോളി ആണെങ്കിൽ അത് നമ്മുടെ ഈ റിയാക്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസ്. മുടി ഇപ്പം കെട്ടുണ്ട്, ഞാൻ മുടി കഴിച്ചിരുന്നല്ലേ. സുഹറ മാം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സുഹറ അലി എന്ന് പറയുന്ന ആളൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാൻ മ്യൂട്ട് ചെയ്യണോ? ഓക്കെ ഓക്കെ. അപ്പൊ അതിനൊന്ന് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ജേണിയാണ് സെക്കൻഡ് മന്ത് കംപ്ലീറ്റ്. ഒരു ഹെൽത്തി റുട്ടീൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ ഇന്ന് എനിക്ക് വന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാല് എല്ലാം വളരെ കൃത്യമായിട്ട് അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എത്ര മണിക്ക് അലാറം വെക്കണം, ഇത്ര മണിക്ക് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത്ര മണിക്ക് അലാറം വെച്ചിട്ട് ഇത്ര നിങ്ങൾ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, സിൻസിയർലി. പക്ഷെ അവരുടെ ലൈഫിൽ ഒരു റൂട്ടീൻ ക്രിയേറ്റ് ആവുകയാണ്. ആ സമയത്ത് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ അവർക്ക് ഉണരാനും കാര്യങ്ങൾ ചെയ്യാനും ആ കൃത്യമായിട്ട് സിൻസിയർലി സ്പീക്കിംഗ്, ഞാൻ അതിനെ ഒരു ഹാബിറ്റ് മാസ്റ്ററിനൊക്കെ നെക്സ്റ്റ് മന്ത് മുതൽ അതും കൂടെ ആഡ് ചെയ്യട്ടോ. പക്ഷെ ഇതുവരെയുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സംഭവേ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ ദാറ്റ് ഹാബിറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കോച്ച് കിടന്ന് കളിക്കാൻ തുടങ്ങുക, കോച്ച് റോൾ എടുക്കുകയാണ്. ഓക്കെ, അതാണ് ഒരു സെക്കൻഡ് മന്തിൽ നമ്മൾ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ അവിടെ കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട്, സെൽഫ് വർത്ത് ഉണ്ടാവുന്നുണ്ട്. ആരുടെ മുമ്പിൽ പോകുമ്പോഴും ഞാൻ പോരാന്നുള്ള ഫീലിങ്ങിന് പകരം ഞാൻ ആരാന്നുള്ളത്, അത് ഈഗോയിൽ നിന്നിട്ടല്ല കേട്ടോ, ഈഗോയിൽ നിന്നിട്ടല്ല, കംപ്ലീറ്റ് സറണ്ടറൻസിൽ നിന്നിട്ട് സ്പിരിച്വൽ കണക്ഷനിൽ നിന്നുകൊണ്ട് ആ സെൽഫ് വർത്ത് അവിടെ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു ജേണിയാണ്. ഓക്കെ, താങ്ക് യു സബ്ര മാം. അതേപോലെ തേർഡ് മന്ത് എന്ന് പറഞ്ഞാൽ ലൈഫ് ഡിസൈനിങ് ആൻഡ് പേർപ്പസ് ആക്ടിവേഷൻ ആണ്. ലൈഫിനൊന്ന് ഡിസൈൻ ചെയ്തിട്ട്, അതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഹീലിംഗിൽ നിന്നും ഒരു ഇന്റൻഷണൽ ലിവിങ്ങിലേക്ക്, മീനിങ് ഫുൾ ആക്ഷനിലേക്ക്, എന്ത് ചെയ്യുമ്പോഴും ഇതിപ്പോ എന്തിനാ ചെയ്യുന്നത് എന്നതിന് പകരം അതെന്തിന് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാന്ന് പറയില്ലേ, അതൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, നമ്മുടെ മണി ഹീലിംഗ് നടക്കുന്നുണ്ട്, വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, വളരെ അടിപൊളിയായിട്ടുള്ള ഫൊഗീവ്നെസ് ടാസ്കുകൾ വരുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ഫൊഗീവ്നെസ്സിന്റെ തന്നെ ഡിഫറെന്റ് തലങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകും. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആക്ഷൻ എടുക്കാം. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ഗ്യാരണ്ടി പറയണം, മാക്സിമം നിങ്ങളുടെ കോപ്പറേഷനും കൂടെ വേണം ഈ ഹീലിംഗ് ജേർണിയിലൂടെ കടന്നു പോകുമ്പോൾ. ഓക്കെ, ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു 8ാമത്തെ ബാച്ച് ഇപ്പൊ റണ്ണിങ് ആണ്. 9ാമത്തെ ബാച്ച് വരുമ്പോൾ അത്രയും അപ്ഡേഷൻസോട് കൂടിയാണ് കാര്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ എന്താ പറയാ, ആ ഒരു ജേർണി എന്ന് പറഞ്ഞത് നിങ്ങൾ വേറെ ഏതോ ഒരു നിങ്ങളാക്കുന്നല്ല, പുതിയൊരു നിങ്ങളാക്കി മാറ്റുമെന്നല്ല. ശരിക്കും നിങ്ങളെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്, ഓൾറെഡി ഉള്ളതാണ്. ആ ഉള്ള നിങ്ങളെ ഒന്ന് അല്ലേ, അതിന് പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ നിങ്ങളെ ഒന്ന് കണ്ടെത്തി നിങ്ങൾക്ക് തരുന്ന ഒരു ജേണിയാണ് ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ജേണി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും നെക്സ്റ്റ് ബാച്ചിന്റെ ഈ ജൂലൈ 10 or 15 കൂടി നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. കറണ്ട് ബാച്ച് റൺ ചെയ്യുന്നതോടൊപ്പം തന്നെ പാരലായിട്ട് അടുത്ത ബാച്ചും കൂടെ റൺ ചെയ്യുന്നുണ്ടാകും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതിന്റെ ഫീസ് സ്ട്രക്ചറും കൂടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത് 7,500 ആണ്. ഓഫർ പ്രൈസോട് കൂടിയിട്ട് 6,000 ആണ്. വീണ്ടും ഒരു ഓഫർ പ്രൈസ് ഞാൻ പറയാണ്, നിങ്ങൾ അല്ലേ ഒരു 5-ാം തീയതിക്ക് മുന്നേ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇന്നിപ്പോൾ 1 ആയിട്ടുണ്ട്, 2, 3, 4 ദിവസം കൂടെ ഡിസിഷൻ എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ട് അല്ലേ. 5-ാം തീയതിക്ക് മുന്നേ ജോയിൻ ചെയ്യുകയാണെങ്കിലാണ് ഈ 6,000 വരുന്നത്.
ഇനി ഇന്നും നാളെയുമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 24 hours ഇന്നും നാളെയായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫീസ് എന്ന് പറയുന്നത് 5500 ആയിരിക്കും. വീണ്ടും ഒരു ഡെഫ്ലക്ഷനും കൂടെ. അപ്പൊ കോഴ്സ് ഡീറ്റെയിൽസും കൂടെ ഞാൻ പറഞ്ഞു. അതിന് അവയർനെസ് കാര്യങ്ങൾ എന്തിനു ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോ ഇനി നിങ്ങൾക്ക് നേരത്തെ ചോദിച്ച പോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം. അപ്പൊ ഒരു തവണ കൂടി ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോളാം, ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോളാം. ആരെങ്കിലും ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ നമ്മുടെ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? നമ്മുടെ സമയം കറക്റ്റ് 9 o'clock ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് മാം ഫീഡ്ബാക്ക് ചെറിയൊരു ചില ആൾക്കാർക്ക് ഈ ചോദിക്കും. 40 വയസ്സ് കഴിയുമ്പോ ഒരു ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാവൂലേ? അങ്ങനെയുള്ളവർക്കും ഈ കോഴ്സ് റിലീഫ് ആണോ? തീർച്ചയായിട്ടും കാരണങ്ങൾ പലതായിരിക്കും. നമുക്ക് ഓക്കെ, ഞാൻ നോക്കാം, ചാറ്റ് ബോക്സ് നോക്കാം. അപ്പൊ നമുക്ക് ലൈഫിൽ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ എല്ലാവരും ചോദിക്കും, ഇതെല്ലാം ഇന്നർ ചൈൽഡ് കൊണ്ട് വരുന്നതാണോ എന്ന് ചോദിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ദം എന്നല്ല, നമ്മുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റം, നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഒരു ഐഡന്റിറ്റി ഉണ്ട് നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എൻ്റെ സ്വഭാവത്തെ കുറിച്ച് എനിക്ക് നിലവിലുള്ള ഒരാളിനോട് പെരുമാറുമ്പോഴും അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഐഡന്റിറ്റി എനിക്കുണ്ട്, അല്ലേ? ആ ഐഡന്റിറ്റിയിൽ നിന്നുള്ള വിശ്വാസങ്ങളും ഐഡന്റിറ്റിയിൽ നിന്നുള്ള ചിന്തകളും ആ ഐഡന്റിറ്റിയിൽ നിന്നുള്ള ആക്ഷൻസും പ്രതികരണങ്ങളും ഒക്കെ നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് പ്രാർത്ഥന ആയിട്ട് പോലും പോവുകയും നമ്മളിൽ നിന്ന് ആ ഒരു ഫ്രീക്വൻസി പോവുകയും അതിനനുസരിച്ച് എക്സ്പീരിയൻസ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം ഈ ലോകം അത്ര നല്ലതല്ല, ആളുകളൊന്നും നല്ലതല്ല, അല്ലെ? എനിക്ക് ഒരു സ്വസ്ഥത ഇല്ല, സമാധാനം ഇല്ല, സന്തോഷമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളതെങ്കിൽ സമാധാനം എന്താന്ന് എനിക്ക് പറഞ്ഞില്ല. അങ്ങനെ പറയുന്ന എത്രയോ ക്ലയൻസ് ഉണ്ട്. മാം എനിക്ക് സമാധാനം എന്താന്ന് എനിക്കത് പറഞ്ഞിട്ടില്ല എന്ന് പറയും. ആ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അവരുടെ ഉള്ളിലുള്ള സ്ട്രോങ് ബിലീഫ് ഉണ്ട്. ആ ബിലീഫിൽ നിന്ന് ശരിക്ക് അവര് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പൊ അത് പല രൂപത്തിൽ ഒന്നുകിൽ സമാധാനം കൊടുക്കാതിരിക്കുന്ന വ്യക്തികളായിരിക്കും അവരുടെ ലൈഫിലേക്ക് വരുന്നത്, അതല്ലെങ്കിൽ സമാധാനം കിട്ടാതിരിക്കാനുള്ള ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കും അവർക്ക് ഇത് വരുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ചിലപ്പോൾ സമാധാനം കിട്ടാതിരിക്കാനുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആയിരിക്കും ലൈഫിലേക്ക് വരുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും റിസൾട്ട് എന്താ? എനിക്ക് സമാധാനമില്ല. ശരിയാണോ? അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ, ചിലപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹീലിംഗ് ആക്ടിവിറ്റി നടക്കുന്നത് നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം പറഞ്ഞത്? എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം പറഞ്ഞത്? ഹോർമോൺ അല്ലേ? ഇൻബാലൻസ് ആണ്. ആ രൂപത്തിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഹോർമോൺ ഇംബാലൻസ് ആയിരിക്കും. അതിനൊക്കെ നമ്മൾ വിമൻസിന്റെ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. 30 years മുതൽ ഒരു 35 years ആയി കഴിഞ്ഞ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്നാ പറയാ. സ്ത്രീകളുടെ ലൈഫിൽ ഹോർമോൺ ഇംബാലൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും വരാത്ത ആളുകളുണ്ട്. അധികാർക്കും വിരലുണ്ട് എന്നുള്ളത് സ്വാഭാവികം. അധികാർക്കും ട്രോമാസ് ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ഈ ഇംബാലൻസ് വരുമ്പോഴും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് പോകാൻ കഴിയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എവിടെയാണോ കറക്റ്റ് ചെയ്യേണ്ടത്, കാരണം ഇപ്പൊ കറന്റ് ബാച്ചിലുള്ള ഒരാൾ, ആ വോയിസ് ഞാൻ ജസ്റ്റ് എനിക്ക് ഇവിടെ ഷെയർ ചെയ്ത് തരാൻ പറ്റുമോ അറിയില്ല. വയറ്റില് പ്രശ്നമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്ത, കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പോലും എങ്ങനെ ഫുഡ് കഴിക്കുന്ന, അല്ലെ വെജിറ്റബിളിലേക്ക് മാത്രം ഓടിപ്പോകുന്ന ഫുഡ് കഴിക്കാത്ത ഒരാള് ഇപ്പൊ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ 7th ബാച്ചിൽ അവർക്ക് ഫുഡ് കഴിക്കാം. അവർക്ക് ഫുഡ് കഴിക്കാനോ അവരുടെ വയറ്റിലുള്ള അസുഖങ്ങൾക്ക് മരുന്നോ ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി, ഞാൻ മൊബൈലിലാണൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇന്നലെയും ഞാനൊരു ടൈം ടേബിൾ പോലെ വെച്ചേക്കാണ്. ഹലോ, ഗുഡ് ഈവനിങ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും.
കേൾക്കുന്നുണ്ടോ? ചേച്ചിയോട് പറയാനുണ്ടെങ്കിൽ നേരെ വേണ്ട ഒരുപാട് കേൾക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് കഴിക്കാൻ കഴിയില്ലായിരുന്നു. അൽഹംദുലില്ലാ ഞാന് ഒരു ബിരിയാണി ആവട്ടെ, ഒരു നെയ്ച്ചോറാവട്ടെ, ചിക്കൻ ആവട്ടെ, ഒന്നും കഴിക്കാൻ പറ്റൂല. ഞാന് രാവിലെ സാദാ ചോറ് അതിന്റെ കൂടെ തൈരൊക്കെ കൂട്ടിയിട്ടാണ് കുറെ കാലങ്ങൾ ഗ്യാസിന്റെ പ്രശ്നമായിട്ട് കഴിച്ചിരുന്നത്. അൽഹംദുലില്ലാ ഇപ്പൊ എനിക്ക് നെയ്ച്ചോറ് കഴിക്കുമ്പോഴും ബിരിയാണി കഴിക്കുമ്പോഴും ഒക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. കല്യാണത്തിന് പോയാൽ കുറെ കാലങ്ങളില് കല്യാണത്തിനൊക്കെ പോയാൽ ഞാന് എല്ലാവരും അത് കഴിക്കാൻ പോകും. ഞാൻ വെറുംചോറ് കഴിക്കണ അവിടേക്കാണ് ഞാൻ പോവാറ്. അൽഹംദുലില്ലാ എനിക്ക് ഇപ്പൊ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് കൊടാനുകൂടി നന്ദി പറയണേ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്കിതുപോലെ സബിറമ്മ അതുപോലെ സെലീനമ്മ പറഞ്ഞ പോലെ എനിക്കും ഉറക്കത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. തനി റൂം കിടക്കാൻ പോലെ ഉറക്കത്തിന്റെ പ്രശ്നം. അൽഹംദുലില്ലാ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാന് റൂമിലേക്ക് കിടന്നു. ഒരു കുഴപ്പമില്ല, ശരിയായിട്ട് ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേത് വീട്ടിലെ ഒച്ചപ്പാടും ഒക്കെ കേൾക്കുമ്പോ നമുക്ക് ആകെപ്പാടൊരു വെപ്രാളം വരും. ഉറങ്ങാൻ കഴിയില്ലല്ലോ, അങ്ങനെയൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നും വരുന്നില്ല. ഞാൻ കുറച്ചാലായിട്ടും ഉമ്മാക്ക് സുഖമായിട്ടും ഉമ്മാന്റെ കൂടെയാണ് ഇപ്പൊ കിടക്കാറ്. സോഡിയം കമ്മിയൊക്കെ ആയത് കാരണം ഇന്നലെയും മിനിഞ്ഞാന്നും ഞാന് തനിച്ച് ഇവിടെ ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒച്ചപ്പാടൊക്കെ ആയതുകൊണ്ട് ഞാൻ മുകളിലാണ് പോയി കിടന്നത്. അൽഹംദുലില്ലാ ഒറ്റയ്ക്ക് ഉറങ്ങാൻ എനിക്ക് പറ്റി. സുഖമായിട്ട് ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഞാനൊരു ടൈം ടേബിൾ പോലെ വെച്ചേക്കാണ്. മറ്റേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് വോയിസ് ഫുള്ള് കേൾപ്പിക്കുന്നില്ല. സെക്കൻഡ് വോയിസിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹാബിറ്റ്, ഞാൻ അവരോട് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുന്നേക്കണം, അലാറം വെക്കണം, ആദ്യം 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫ് ആക്കുക, അല്ലെ രണ്ടാമത്തെ ഒരു അലാറം വെക്കുക, കൈകാലുകൾ ഒന്ന് അണക്കി നോക്കുക, ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ബട്ട് ഇറ്റ് ഹാപ്പൻസ്. പക്ഷെ അത് സംഭവിക്കുകയാണ്. അവർക്ക് വയറ്റിലെ പ്രശ്നങ്ങൾ മാറാനുള്ള മെഡിസിനോ അതിനുള്ള എന്തെങ്കിലും പ്രത്യേക എക്സസൈസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് ഇറ്റ് ഹാപ്പൻസ്. അതാണ് നമ്മൾ ആ ഹീലിംഗ് ജേർണി. ഇങ്ങനത്തെ ഒരുപാട് വോയിസസ് ഉണ്ടോ. ഞാൻ പിന്നെ എന്താ പറയാ, നമ്മുടെ ടീം കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ആകാത്തതുകൊണ്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടും ഞാനത് എന്താ പറയാ ഷെയർ ചെയ്യാൻ പറ്റൂല എന്നല്ല, എന്താ പറയാ, ഒരുപാട് ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓരോരുത്തരുടെയും പ്രൈവസി അല്ലേ, ഓരോ കാര്യങ്ങളും പലരുടെയും പ്രൈവസിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ, ഫീഡ്ബാക്ക്, സോറി, അതിങ്ങനെ ഡോക്യുമെന്റ് ആക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞാനൊരു എക്സ്പീരിയൻസ് ഇവിടെ തപ്പായിരുന്നു വാട്സപ്പിൽ. നേരത്തെ ഇതേപോലെ തന്നെ ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ സ്നേഹയ്ക്ക് നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് ആ ഹീലിംഗ് നടന്നപ്പോ ഉമ്മ വല്ലാണ്ട്, ഉമ്മയുടെ അതുകൊണ്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ട് കുറെ കാലങ്ങളായിട്ടുള്ള ഒരാൾക്ക് ഇപ്പൊ ഉറക്കം ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് സ്നേഹ ആ കയ്യിലുണ്ടോ, അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആ ഇതന്നെ കാണിച്ചു തരാം. ജസ്റ്റ് വന്നിട്ട് ആ ഒരു ഫീഡ്ബാക്ക്. ആളൊന്നും നിങ്ങൾ അറിയൂല, ആളുകൾ അറിയാൻ വേണ്ട. പക്ഷെ എന്നാലും ആ ഹീലിംഗ് നടക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കണേ. സമയമുള്ളവർ ഒന്ന് നോക്കുക കേട്ടോ, കാണാൻ പറ്റുന്നവര്. സ്ക്രീൻ വന്നിട്ടുണ്ടോ? ഇല്ലാലോ. ഇത് ഇന്നലെ ഒരു സെഷനിൽ ഇരുന്നിട്ട് ഇന്ന് തന്നൊരു റിപ്ലൈ ആണ്. ഇന്ന് വന്ന റിപ്ലൈ ആണ്. ആളുടെ പേര് നിങ്ങൾ നോക്കേണ്ടതാ. അൽഹംദുലില്ലാ. കണ്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ പറ്റുന്നതാണെങ്കിൽ. ഉറക്കത്തിന്റെ ഒരു കാര്യമാണ്. ഇന്നലെ ഒരു പേഴ്സണൽ സെഷൻ ഉണ്ടായിരുന്ന ഒരു ഹീലിംഗ് കൊടുത്തതിന്റെയാണ് കേട്ടോ. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ആ ഉറങ്ങാന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇത്ര മണിക്ക് മൊബൈൽ ഓഫ് ആക്കണം, അല്ലെങ്കിൽ ഇത്ര സമയത്തിന് നമ്മൾ കിടക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനത്തെ ടിപ്പൊന്നുമില്ല. നമ്മൾ കളിക്കുന്ന സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവരുടെ എനർജിയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഹീലിംഗ്
അവരുടെ ട്രോമ അല്ലെങ്കിൽ അവരുടെ ആ പാസ്റ്റ് എക്സ്പീരിയൻസ്, ദാറ്റ് ഫോർഗിവ്നെസ്, ദാറ്റ് സെൽഫ് ഹീലിംഗ് ഒക്കെ നടക്കുമ്പോൾ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനി ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഈ മോട്ടറോള എന്ന് പറയുന്ന ആള് ചോദിച്ച ചോദ്യം എന്താ, നമ്മുടെ വികാരങ്ങൾ നേരിട്ട് പെരുമാറ്റങ്ങളായി മാറുകയാണോ? അങ്ങനെ പെരുമാറ്റങ്ങളായി മാറുന്നെങ്കിൽ ആ പെരുമാറ്റങ്ങളിൽ മാറ്റം വരുമോ? എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ വികാരങ്ങൾ നേരിട്ട് പെരുമാറ്റങ്ങളായി മാറുകയാണോ? അങ്ങനെ പെരുമാറ്റങ്ങളായി മാറുന്നെങ്കിൽ ആ പെരുമാറ്റങ്ങളിൽ മാറ്റം വരും. മാറ്റം വരുത്താൻ കഴിയും, മാറ്റം വരും, ആ പെരുമാറ്റങ്ങളിൽ മാറ്റം വരും. അതായത് നമ്മുടെ ഫീലിങ്സ്, ഒരു ഇവന്റ് ഉണ്ടാകുന്നു, ഒരു സംഭവം, ഒരു ഇവന്റ് ഉണ്ടാവുക, നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ഇവന്റ്, അല്ലെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ഇപ്പോ കുട്ടികൾ കുട്ടികൾ നമ്മളിങ്ങനെ വെറുപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ വെറുപ്പിക്കുന്ന പോലെ അവരെന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇടപെടുകയാണ്, അവർ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്യുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്, ആ ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് നമ്മൾ അതിലിങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹീലായ ഒരാളാണെങ്കിൽ അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഇമോഷൻ എന്തായിരിക്കും? അൽഹംദുലില്ലാ എൻ്റെ മക്കള്, അല്ലെങ്കിൽ ഈ മക്കൾ ഇങ്ങനെ, അല്ലെ, അത് കുരുത്തക്കേട് കളിക്കുക എന്നുള്ളതല്ല, കുരുത്തക്കേട് ആണെങ്കിൽ പോലും ഈ മക്കൾ എന്ന് പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ആ മക്കൾ എന്ന് പറയുന്ന അവയർനെസ്സോ കാര്യങ്ങളോ ഹീലായ ഒരു വ്യക്തിയിലാണെങ്കിൽ അയാളുടെ ഇമോഷൻ ഡിഫറെന്റ് ആയിരിക്കും. പെട്ടെന്ന് ട്രിഗേർഡ് ആയിട്ട് ദേഷ്യം വരുന്ന ഇമോഷൻ ആയിരിക്കില്ല. ഇനി പെട്ടെന്ന് അറ്റേട്ട ഈ ദേഷ്യം വന്നാലും ആ കോച്ച് അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമോഷൻസ് ചേഞ്ച് ആവും. ആ ഇമോഷൻ ചേഞ്ച് ആയി ഹാപ്പി ഇമോഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അയാളിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റം എന്തായിരിക്കും? നമ്മളൊട്ടും ദേഷ്യത്തിലല്ലെങ്കിൽ, നമ്മളൊട്ടും പ്രശ്നത്തിലല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന പെരുമാറ്റം എന്തായിരിക്കും? നല്ല പെരുമാറ്റമായിരിക്കൂലേ? അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള നമുക്ക് നല്ല രീതിയിൽ ഒരു പക്ഷെ അവരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പറയാൻ പറ്റും. അതേസമയം നമ്മുടെ ഇമോഷൻ അവിടെ ഭയങ്കര പെട്ടെന്ന് ട്രിഗേർഡായി ദേഷ്യം വരുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ വരുന്ന പെരുമാറ്റം എന്തായിരിക്കും? അതിനനുസരിച്ച് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പെരുമാറ്റമായിരിക്കും. ചിലരുടെ പെരുമാറ്റങ്ങൾ നമ്മൾ ചില വികാരങ്ങൾ സൃഷ്ടിക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് ഡയറക്റ്റ് ആയി പെരുമാറ്റങ്ങൾ ആവുമോ എന്നാണ് ഇപ്പോഴും എനിക്ക് ചിലരുടെ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ചിലരുടെ പെരുമാറ്റങ്ങൾ നമ്മൾ ചില വികാരങ്ങൾ സൃഷ്ടിക്കും, അതൊക്കെ അപ്പോൾ അത് ഡയറക്റ്റ് ആയി പെരുമാറ്റങ്ങളാകുമോ? ഇമോഷൻസ് വന്നാൽ ആ ഒരു തോട്ട് പാറ്റേൺ ഉണ്ട്. തോട്ട് പാറ്റേണിൽ നമ്മളെ ഐഡന്റിറ്റി ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റി ഇല്ലേ, ആ ഐഡന്റിറ്റിയിൽ നിന്നാണ് നമുക്ക് തോട്ട് വരിക, അല്ലാണ്ട് തോട്ടല്ല ആദ്യം വരിക. നമ്മൾ തോട്ട് സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ പലരും തോട്ട്, ഇമോഷൻസ്, ആക്ഷൻസ്, ഹാബിറ്റ്, ഡെസ്റ്റിനി എന്നാ പറയാ. തീർച്ചയായിട്ടും ആ വികാരങ്ങൾ നമ്മളിൽ പെരുമാറ്റങ്ങൾ സൃഷ്ടിക്കും. ആ വികാരങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റവും, ആ വികാരങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റവുമായിരിക്കും. ആ നെഗറ്റീവ് ഇമോഷൻസ് വന്നിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? സപ്രസ് ചെയ്യുന്നുണ്ടാവും, ചിലത് പൊട്ടിത്തെറിക്കുന്നുണ്ടാവും, ചിലത് റിയാക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ആ പെരുമാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ആ ഐഡന്റിറ്റിയിൽ നിന്ന് വരുന്ന തോട്ട്, ആ തോട്ട് എന്തായി ആ തോട്ട് വരുമ്പോ തന്നെ ഒരു സംഭവം ഉണ്ടാകുന്നു, ആ സംഭവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണോ അതിനനുസരിച്ചുള്ള ഇമോഷൻസ് ആ നമുക്ക് ഉണ്ടാവുക. നിങ്ങൾ പറയുന്ന വികാരങ്ങൾ ഇമോഷൻസ് ആ നമുക്ക് ഉണ്ടാകുക. ആ ഇമോഷൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആക്ഷൻ എടുക്കും. ചിലപ്പോൾ നമ്മൾ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യും, ഉള്ളിൽ ആ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ ആക്ഷൻ എടുക്കും. ആ ആക്ഷൻസ് നമ്മുടെ ഹാബിറ്റ് ആയി മാറും. പിന്നീട് എപ്പോൾ അത് വരുമ്പോഴും അതായിരിക്കും നമ്മുടെ ഹാബിറ്റ്. അതിൽ നിന്ന് എന്തായി മാറും? നമ്മുടെ ഡെസ്റ്റിനി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എവിടുന്നാ തുടങ്ങിയത്? തോട്ടിൽ നിന്നല്ല തുടങ്ങിയത്. ഒരു മിനിറ്റ്, നമ്മളെ ഇമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്യുമ്പോഴോ നല്ലത്, എക്സ്പ്രസ് ചെയ്യുമ്പോഴോ നല്ലത്? നമ്മളെ സെൽഫിന് നല്ലത്? നമ്മളെ സിറ്റുവേഷൻ നോക്കിയിട്ടില്ല. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അങ്ങനെ വരുന്ന മാറ്റങ്ങൾ, ആ പെരുമാറ്റങ്ങൾ പറ്റും, തീർച്ചയായിട്ടും പറ്റും. ആ മാറ്റങ്ങൾ നമ്മൾ എഫേർട്ടലി നമ്മൾ പെരുമാറ്റങ്ങൾ വരുത്തേണ്ട, അത് ഓട്ടോമാറ്റിക്കലി വെൻ യു ആർ ഗെറ്റിംഗ് ഹീൽഡ്. നിങ്ങളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ തോട്ട് മാറും. തോട്ട് മാറിയാൽ ഇമോഷൻസ് മാറും. ഇമോഷൻസ് മാറിയാൽ എന്ത് മാറും? നിങ്ങളുടെ പെരുമാറ്റം മാറും. തീർച്ചയായിട്ടും മാറും. അപ്പൊ നിങ്ങളുടെ ആക്ഷൻസ് മാറും, പെരുമാറ്റം മാറും. അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പെരുമാറ്റങ്ങൾ മാറും. കേട്ടോ. അപ്പോ പലരും പറയുന്നത് ചിന്തകളിൽ മാറ്റം വരുത്തുക. ചിന്തകളിലല്ല ആദ്യം മാറ്റം വരുത്തേണ്ടത്, ഐഡന്റിറ്റിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിൽ കിടക്കുന്ന ആ കാര്യങ്ങളിലാണ്. മനസ്സിലായോ? നമ്മൾ തോട്ടിൽ നിന്നാണ് ആ തോട്ട് സൈക്കിൾ തുടങ്ങുക. ഇനി ഇവിടെ ചോദിച്ച ആളൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്തോളൂ. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു?
ഇപ്പൊ നമുക്ക് ഇമോഷൻസ് വരുമ്പോ നമ്മൾ ചില ഇമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്യും. അത് ഉം, പുറത്തേക്ക് ഈ സിറ്റുവേഷൻ വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഉം, അതല്ല, ചിലപ്പോ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്ത് നമ്മളെ മനസ്സ് ക്ലീൻ ആക്കും. ഉം. അപ്പൊ ഏതാ നമുക്ക് സെൽഫിന് നല്ലതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യല്? ചിലപ്പോ നമ്മളോട് പറഞ്ഞതിന് നമ്മൾ തിരിച്ച് അവരോട്, അതായത് അതിന്റെ റിപ്ലൈ കൊടുക്കും. ഉം, അല്ലെങ്കിൽ ചിലപ്പോ നമ്മളത് സഹിക്കും, സിറ്റുവേഷൻ വഷളാക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സപ്രസ് ചെയ്യും. ഉം. അപ്പൊ ഏതാ നമ്മളെ സെൽഫിന് നല്ലത്? എക്സ്പ്രസിംഗ് ആണോ സപ്രസിംഗ് ആണോ? ഇമോഷണലി റെഗുലേറ്റ് ആയ ഒരാള് ഒറ്റയടിക്ക് നമ്മളുടെ ഒരു വിചാരം എന്താ, ഞാനത് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഒന്ന് അയാൾക്കത് മനസ്സിലാവേയില്ല, രണ്ട് എന്റെ ഉള്ളിൽ ഇത് കിടക്കുകയും ചെയ്യും, അല്ലേ? പക്ഷേ നമ്മൾക്ക് അത് അങ്ങനെ ഒരു ചോദ്യം പോലും, ഞാൻ ഇപ്പൊ സീരത് മാമിനത് പറയുന്നതല്ല, പലർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളത് ചോദിച്ചു എന്ന് മാത്രം. അപ്പൊ നമ്മളൊരു വിചാരം നമ്മളത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ, പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി അവെയർ ആയ ഒരാൾക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യം വരൂല, സപ്രസ് ചെയ്യേണ്ട ആവശ്യവും വരൂല, രണ്ടും ചെയ്യേണ്ടി വരൂല. അപ്പൊ നമ്മൾ ഓക്കെയാണ്. ഒരു ബുദ്ധന്റെ ഒരു സ്റ്റോറി ഇല്ലേ, ബുദ്ധന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ വഴക്ക് പറയും, നിങ്ങൾ കേട്ട സ്റ്റോറി ആയിരിക്കും, അതുകൊണ്ടാണ് ഞാനൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ ബുദ്ധൻ തിരിച്ചൊന്നും പറയുന്നില്ല. ബുദ്ധൻ മറുപടി ഒന്നും പറയാതിരുന്നപ്പോ ഒരാൾ ചോദിക്കാണ്, അല്ല അങ്ങേ എത്രമാത്രം തെറി പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഒന്നും മറുപടി പറയാത്തത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇപ്പൊ ജിനമാം ചോദിച്ച പോലെ ഒരു മറുപടി പറഞ്ഞൂടെ, അല്ലെങ്കിൽ നിങ്ങളതൊക്കെ സപ്രസ് ചെയ്യാണോ എന്നുള്ള രീതിയിൽ. രണ്ടും അല്ല ബുദ്ധൻ ചെയ്തത്. ബുദ്ധൻ പറയാണ്, ഒരാള് നമുക്കൊരു സാധനം കൊണ്ട് തരികയാണ്, ആ സാധനം നമ്മൾ സ്വീകരിക്കുന്നില്ല, നമ്മളിങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പൊ അത് ആരുതാ? ഓരതാണോ എന്റേതാണോ? ഞാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് ആരുതാ? അത് അവരുടെ അവര് തന്നെ. തന്നെയല്ലേ. ഞാനത് സ്വീകരിച്ചിട്ടേ ഇല്ല, പിന്നെ ഞാൻ എന്തിനു ബേജാറാവണം? ഞാൻ എന്തിനു എക്സ്പ്രസ് ചെയ്യണം? ഞാൻ എന്തിനു സപ്രസ് ചെയ്യണം? യെസ്. നമുക്ക് ആ സപ്രസ് ചെയ്യണോ എക്സ്പ്രസ് ചെയ്യണോ എന്നുള്ളത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്കത് എക്സ്പ്രസ് ചെയ്യണോ സപ്രസ് ചെയ്യണോ എന്ന് ഉള്ള ചിന്ത പോലും വരുന്നത്. എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ അവരിത് ആവർത്തിക്കും, അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളത്. പക്ഷേ സപ്രസ് ചെയ്താലോ അതെനിക്ക് വേർഡനാണ്. അവിടെ സപ്രഷൻ ഇല്ലാത്ത ഒരു എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ ഇല്ലാത്ത ഒരു ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ 5th ഡയമെൻഷനിലാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. എനിക്ക് മനസ്സിലായി. നിങ്ങൾ പെരുമാറ്റത്തിൽ മാറ്റം വരുമെന്നല്ലേ ചോദിച്ചത്? പെരുമാറ്റത്തിൽ മാറ്റം വരും, പറ്റണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു എന്താ പറയാ, ഈ കോണ്ടാക്ട് നമ്പറിൽ കണക്ട് ചെയ്തിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സംസാരിക്കുകയും ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? സീനത്ത് മാമിന് കണക്ഷൻ കിട്ടിയോ? കിട്ടി. ഓക്കെ, താങ്ക് യു. അല്ല, ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അത്. കാരണം അത് അങ്ങനെ നമ്മള് കല്ലിവല്ലിയാക്കി വിടുക. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കല്ലിവല്ലിയാക്കി വിടുമ്പോഴും നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മളത് ബാധിക്കുന്നില്ലാത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് മൈൻഡാണ്, വല്ലാത്തൊരു സംഗതിയല്ല. നമ്മൾ എന്തൊക്കെയോ പോണ വഴിയിൽ പലതും കയറ്റി നമ്മളേതല്ലാത്ത പലതും നമ്മൾ വാങ്ങി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ അതില് നമ്മൾ അങ്ങനെ വിടുമ്പോഴും നമുക്ക് എന്തെങ്കിലും, അതിനാണ് നമ്മൾ പലപ്പോഴും നമ്മളൊരു എക്സ്റ്റേണൽ ഹെൽപ്പോ അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് വേണ്ടി വരും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് മൈൻഡാണ്. ഇവരുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. ഈ മോട്ടറോള എന്ന് പറയുന്ന ആള് ചോദിച്ച ചോദ്യം, അതർവൈസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാധാരണ പെരുമാറ്റങ്ങളായിട്ടല്ലേ? പെരുമാറ്റങ്ങൾ അല്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിൽ എന്ന് പറഞ്ഞാല് സംസാരിക്കുകയാണോ? നമ്മുടെ ഇമോഷൻസിലെ, നമ്മുടെ ഇമോഷൻസ് ഇപ്പൊ ദേഷ്യമാണെങ്കിൽ അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ അത് പ്രകടിപ്പിക്കാന്ന് പറയുന്നത് എന്നത് എങ്ങനെയെങ്കിലും പ്രകടിപ്പിച്ചേ കഴിയൂന്ന് ചിന്തിക്കുമ്പോ പോലും നമുക്ക് എന്താ പറയാ, ഒരു ബേസിക് ലെവലില് പെരുമാറ്റങ്ങൾ അല്ലാതെ യെസ് കഴിയും. നമുക്കിപ്പോ ആ സമയത്ത് ആ വ്യക്തിയോട് അത് പ്രകടിപ്പിക്കാൻ, ആ ഇമോഷൻസിനെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ചിലർക്ക് അത് പ്രകടിപ്പിക്കുമ്പോൾ സീനത്ത് പറഞ്ഞ പോലെ 2 മറുപടി പറഞ്ഞാൽ നമുക്ക് റിലീസാ, അല്ലേ? നമുക്ക് റിലീസാ. അപ്പൊ അതേപോലെ അത് പ്രകടിപ്പിച്ചാൽ, എക്സ്പ്രസ് ചെയ്താൽ, അപ്പൊ പ്രകടിപ്പിക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാല്, അതാണ് നമ്മുടെ ഹീലിങ്ങിലൊക്കെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ട്, നമ്മൾക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ഇമോഷൻസ് ഉണ്ട്.
എല്ലാവരുടെ അടുത്തും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ആ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ നമുക്ക് ആ പ്രകടിപ്പിക്കലല്ല, നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യലാണ്. പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ പോലും നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ട്, അല്ലേ, അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് വികാരങ്ങൾ എന്ന് പറയുന്നതാണ് ഫീലിങ്സ്, ഇമോഷൻസ്. ഓക്കെ, നിങ്ങളത് പേഴ്സണലി കണക്ട് ചെയ്യൂ കേട്ടോ. കണക്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി നമ്പറിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ആ രീതിയിൽ നമ്മളെ ഹീല് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാതെ, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട്, ഹെൽത്തി വേയിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ കഴിയും. അപ്പൊ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കണക്ട് ചെയ്ത് ചോദിക്കാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അതർവൈസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് മീറ്റിംഗ്. നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവും ഫ്രീ വെബിനാർ. മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യുക. എപ്പോഴും ഇവിടെ മാക്സിമം ആളുകളുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ യു. അപ്പോൾ പിന്നെ എന്താ പറയാ, എവറി വെനസ്ഡേ ഈ ഒരു സമയത്ത് വെബിനാർ അറ്റൻഡ് ചെയ്യുക, ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ടൈം ആൻഡ് എഫേർട്ട്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു. ജസാക്കല്ലാ ഖൈർ. താങ്ക് യു മാം.